ഞാൻ പറഞ്ഞത് ലോകം ആരംഭിച്ച കാലം തൊട്ട് തന്നെ ഈ ശക്തികളെല്ലാം ഉണ്ട്. ഈ മുരുകനും ഗണപതിയും ഒക്കെ ഉണ്ട്. പക്ഷേ പേര് ഇതായിരിക്കില്ല. ഇപ്പം നമ്മൾ പറയില്ലേ, കാറ്റിൻ്റെ ദേവൻ, കൊടുങ്കാറ്റിൻ്റെ ദേവൻ ഇന്ദ്രൻ എന്നുള്ള കഥാപാത്രം എല്ലായിടത്തും ഉണ്ട്. ഗ്രീക്ക് പുരാണത്തിലുണ്ട്, യവന പുരാണത്തിലുണ്ട്, അതുപോലെ നമ്മൾ പല പുരാണങ്ങൾ, വിദേശ പുരാണങ്ങളിലെ അതിലെല്ലാം മറ്റേ ഇടിമിന്നലിനെ ആയുധാക്കിയിട്ട് ഒരു പാമ്പിനെ കൊല്ലുന്ന കൊടുങ്കാറ്റിൻ്റെ ദേവൻ അത് കോമൺ ആണ് എല്ലാത്തിലും. എപ്പോഴും ഈ നഗ്നനായി നിൽക്കുന്ന പുരുഷന് അസാമാന്യമായിട്ടുള്ള കരുത്തായിരിക്കും ഇത്ര. അവൻ്റെ ടെസ്റ്റോസ്റ്ററോൺ വളരെയധികം ബൂസ്റ്റായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ റെസ്ലിംഗ് ചെയ്യുന്ന ആൾക്കാരും എന്താ പറയുക, MMA ചെയ്യുന്ന ആൾക്കാർ നഗ്നരാണല്ലോ. അവർ കളരിയിലും തന്നെയാണല്ലോ, വെറും ലങ്കോട്ടി മാത്രം കൊടുത്തിട്ടാണല്ലോ അവർ ഫൈറ്റ് ചെയ്യണത്. അപ്പോൾ പ്രകൃതിയായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധം വരുന്നതോട് ഒരു പുരുഷന്മാരുടെ കരുത്ത് കൂടുതൽ. ഇന്ന് ലോകത്ത് നടക്കുന്ന ഈ ബ്ലാക്ക് മാജിക്, ഈ മന്ത്രവാദം എന്ന് പറഞ്ഞത് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ആരും സമ്മതിക്കുന്നില്ല എന്ന് മാത്രം. പുറമെ എന്താ പറയുക, കമൻറ്റ് ബോക്സിൽ ആൾക്കാരെ സമ്മതിക്കില്ല എന്നുള്ളത് മാത്രം. പക്ഷേ എല്ലാ ബിസിനസ്സുകാരുടെ പിന്നിലും ഒരു 3, 4, 5 മന്ത്രവാദികളുണ്ട്. മനുഷ്യൻ്റെ ഭാവി അറിയാൻ ഇപ്പോൾ നിലവിൽ ജ്യോതിഷം മാത്രമേ ഉള്ളൂ. ഇനി വേറൊരു സാധനം കണ്ടുപിടിക്കട്ടെ, അപ്പോൾ അവൻ ജ്യോതിഷം നമുക്ക് തള്ളിക്കളയാം. ഈ ചില ഉപാസനയൊക്കെ നമ്മൾ ചെയ്യുമ്പോഴേ, ഉപാസനയുടെ ദേവതകളായിട്ടൊരു വല്ലാത്തൊരു ആത്മബന്ധം നമുക്കുണ്ടാവും. നമ്മൾ മറ്റേ ഒരു മധുസ്വാമിയുടെയൊക്കെ പറയുന്ന സമയത്തെ ആ ഒരു ആത്മബന്ധം ഇപ്പം ഉണ്ടാകുന്നൊരു പ്രശ്നം, ഉപാസന ചെയ്തവന്ന് ആ ആത്മബന്ധം ഉപാസകനെ ഉപാസനമൂർത്തിയായിട്ട് വളരെയധികം അടുപ്പിക്കുമല്ലോ. അങ്ങനെയുള്ള ആത്മബന്ധം ഉണ്ടാവുന്നത് അത് സ്വന്തം ജീവിതത്തിനെ കാര്യമായി ബാധിക്കുമോ, അതോ നമ്മളുടെ അവസാന കാലഘട്ടങ്ങളിൽ, നമ്മുടെ ആദ്യ കാലഘട്ടങ്ങളൊക്കെ നമുക്കൊരു ഭയങ്കര ലഹരിയായിരിക്കും അല്ലേ, ആ ഉപാസനമൂർത്തിയായിട്ടുള്ള ബന്ധം, അല്ലെങ്കിൽ അത് വരുത്തുന്ന ഗുണദോഷ സമ്മിശ്രമായ പല അനുഭവങ്ങളൊക്കെ. പക്ഷെ നമ്മൾ ഈ നമ്മളുടെ ശരീരം വെടിയുന്ന ആ ഒരു അവസ്ഥയിലൊക്കെ ഈ ഉപാസനാമൂർത്തിക്ക് സംഭവിക്കുന്ന അവസ്ഥ എന്തായിരിക്കും ആക്ച്വലി? കാരണം അത്രയും വർഷം ഉപാസിച്ചിട്ടാണ് ആ അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടാവുക. അതെ. അപ്പോൾ അതെങ്ങനെയാണ്, അത് അങ്ങനെയുള്ള പല കുടുംബങ്ങളിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെന്ന് പറയുന്നു, പല കുടുംബങ്ങളിൽ ഗുണങ്ങളുണ്ടാവുമെന്ന് പറയുന്നു. അതെങ്ങനെയാണ് അതിനെ നമ്മൾ പരിപാലിക്കേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? അത് ഒരാൾ കൈമാറുക തന്നെയാണ്, ഒരാൾ കൊണ്ടെടുക്കുക തന്നെ വേണ്ടത്. എന്നുവെച്ചാൽ അത് വേറൊന്നുമല്ല, ഈ പറയുന്ന ആൾ തന്നെയാണ് ആ ഉപാസനമൂർത്തി. ഞാൻ പറഞ്ഞത് ലോകം ആരംഭിച്ച കാലം തൊട്ട് തന്നെ ഈ ശക്തികളെല്ലാം ഉണ്ട്. ഈ മുരുകനും ഗണപതിയും ഒക്കെ ഉണ്ട്. പക്ഷേ പേര് ഇതായിരിക്കില്ല. ഇപ്പം നമ്മൾ പറയില്ലേ, കാറ്റിൻ്റെ ദേവൻ, കൊടുങ്കാറ്റിൻ്റെ ദേവൻ ഇന്ദ്രൻ എന്നുള്ള കഥാപാത്രം എല്ലായിടത്തും ഉണ്ട്. ഗ്രീക്ക് പുരാണത്തിലുണ്ട്, യവന പുരാണത്തിലുണ്ട്, അതുപോലെ നമ്മൾ പല പുരാണങ്ങൾ, വിദേശ പുരാണങ്ങളിലെ അതിലെല്ലാം മറ്റേ ഇടിമിന്നലിനെ ആയുധാക്കിയിട്ട് ഒരു പാമ്പിനെ കൊല്ലുന്ന ഒരു കൊടുങ്കാറ്റിൻ്റെ ദേവൻ അത് കോമൺ ആണ് എല്ലാത്തിലും. അതുപോലെ നമ്മൾ ഇന്ന് കാണുന്ന മുരുകനും ഗണപതിയും ഭദ്രകാളിയും എന്താ ദുർഗയും, അതുപോലെ എന്താ പറയുക, കഴുത്തിൽ തലയോടിട്ട ദേവനും തലയോട്ടി വെച്ചിട്ടുള്ള ദേവനും പട്ടിയുടെ മുകളിൽ യാത്ര ചെയ്യണ ദേവനൊക്കെ, മയിലിൻ്റെ മുകളിൽ കയറിക്കണ ദേവനൊക്കെ എല്ലായിടത്തും ഉണ്ട്. ലോകം മുഴുവൻ ഉണ്ട്. ആദ്യം മുതൽക്കേ ഉണ്ട് ഇതെല്ലാം. ഇത് നമ്മളിത് കണ്ടെത്തി ഇതിനെ ഉപാസിക്കുകയാണ്. അപ്പോൾ ഒരു തറവാട്ടിലെ ഒരു ഒരു ദേവനെ ഒരു കാലഘട്ടം മുഴുവൻ ഉപാസിച്ചു വിചാരിക്കുക, ഒരു 10-60 കൊല്ലം ഉപാസിച്ചു വിചാരിക്കുക. ഈ അയാളുടെ കൂടെ വരുന്ന ദേവനെ പറഞ്ഞാൽ അയാളുടെ തന്നെ ഓറയാണ് ശരിക്കും. അത് ശരിക്കും ഇപ്പോൾ ആ മുരുകനായിട്ട് യാതൊരു ബന്ധമില്ല അല്ലേ. ലോകത്തെ നിയന്ത്രിക്കാൻ മൊത്തം മുരുകൻ. ആ ഒരു ഇപ്പോൾ മുരുകൻ്റെ ഉപാസകനെ വിചാരിക്കുക, ഇയാളുടെ മുരുകനും മറ്റേ മുരുകനായിട്ട് യാതൊരു ബന്ധമില്ല. അത് ഇയാളുടെ മുരുകൻ മാത്രമാണ്. ഇയാളുടെ ഇവൻ്റെ തന്നെ ഓറയാണ്, ഇവൻ്റെ തന്നെ സൂക്ഷ്മ ശരീരത്തിനെയാണ് അയാൾ മുരുകനാക്കി മാറ്റിയത്. നമ്മൾ എന്തിനെയാണോ ധ്യാനിക്കണത് നമ്മുടെ ഓറ അതായി മാറും. അപ്പോൾ ഞാൻ മറ്റേ ഒരു കാമദേവൻ്റെ ഉപാസനയുള്ള സമയം ഉണ്ടായിരുന്നു. നമ്മുടെ ആദ്യത്തെ ബ്രോഡ്കാസ്റ്റ് സമയത്ത് എനിക്ക് ആ ഉപാസന ഉണ്ടായിരുന്നു. ഫസ്റ്റ് ബ്രോഡ്കാസ്റ്റ് എടുത്തില്ലേ, അന്നത്തെ മുഖം ഇന്നത്തെ മുഖം വ്യത്യാസമുണ്ടെന്ന് പറയുന്നുണ്ട്. ഞാൻ ഉപാസന നിർത്തി. അത് ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി എടുത്തതാണ്. വെച്ചാൽ ഒരു സ്ഥലം കച്ചവടം ചെയ്യാൻ വേണ്ടി ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് വെച്ചാൽ ഭയങ്കര കഷ്ടത്തിൽ നിന്നായിരുന്നു. അങ്ങനെ ഒരു കാമദേവ ഉപാസന ചെയ്ത് നോക്കിയത്. ഒരു 20-22 ദിവസം ആകുമ്പോഴേക്കും എനിക്ക് പ്രേമേട്ടനായിട്ടുള്ള ബന്ധമാണ് കിട്ടിയത്. കാമദേവനായിട്ടാണ് ബന്ധം കിട്ടിയത്. കാമദേവൻ്റെ പേര് വന്ന അങ്ങനെയല്ലേ? അതാണ് കറക്റ്റ്. കാമദേവന് അതിൻ്റെ അങ്ങനെയുള്ള ആൾക്കാരായിട്ട് ബന്ധം വരാൻ തുടങ്ങിയില്ല. ഫേമസ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് ബന്ധം വരാൻ. നമ്മളന്ന് കാട്ടിൽ നിന്ന് സംസാരിച്ച് ഓർക്കുന്നുണ്ടോ? 3-4 മണിക്കൂർ 5 മണിക്കൂറോളം നിന്ന് ഞാൻ സംസാരിച്ച് തുടങ്ങി കഴിഞ്ഞാൽ എൻ്റെ മുഖത്ത് ആൾക്കാരിങ്ങനെ നോക്കിയിരിക്കും എന്നുള്ളത്. ഞാൻ വിചാരിച്ചു അത് എൻ്റെ ഭംഗി കണ്ടിട്ടാണ്, തേങ്ങയുടെ മൂടാണത്. ആ ഉപാസന കഴിഞ്ഞത് അങ്ങനെ പറയാൻ. അപ്പോൾ നമുക്ക് അങ്ങനെ മാറ്റി ഒരാൾക്ക് അത് നമ്മുടെ ഓറയില്ലേ, ആ ഓറ ആ ദേവനായിട്ട് യോജിക്കുകയാണത്. ഇത് ഭദ്രായനത്തിലും കടന്നു വന്നിട്ടുണ്ടല്ലോ ഈ ഒരു ചിന്ത, ഈ ഒരു കോൺസെപ്റ്റ്.
രണ്ടും ഒന്നാവുന്നൊരവസ്ഥയല്ലേ? ഉണ്ട് ഉണ്ട് ഉണ്ട്. പത്തനാപുരത്ത് പക്ഷേ അത് എഴുതുന്ന സമയത്ത് എനിക്ക് അത് അറിയില്ലായിരുന്നത്, എന്താ സംഭവിക്കണമെന്നുള്ള അറിയണ്ടായിരുന്നില്ല. ആ നായകൻ എന്താ സംഭവിക്കുന്നത് നമുക്ക് അറിയണ്ടായിരുന്നില്ല. ആ സമയത്തൊരു ഇൻഡ്യൂഷൻ വരുന്നു, എഴുതി വയ്ക്കുന്നു. അതാണ് വെച്ചാൽ മറ്റന്നാൾ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് ഇന്ന് അറിയാൻ തുടങ്ങും. മറ്റന്നാൾ ഞാൻ ഇതാണ് ചെയ്യാൻ പോകണമെന്നുള്ളത് ആ സമയത്ത് എനിക്ക് അറിയായിരുന്നു. അങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നത്. അത് അങ്ങയുടെ ശിഷ്യന്മാരിപ്പോൾ ബാധിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടല്ലോ. ചില പ്രാന്തന്മാർ ഉണ്ട്. ഇന്ന് അവനെ കണ്ട് ഞാൻ അസൂയപ്പെടുകയാണ്. അവൻ പറഞ്ഞിട്ട് നമ്മുടെ നിശാന്ത് എന്നിട്ടൊരു പയ്യനുണ്ട്, അവൻ്റെ പേര് തന്നെ പറയാം. അവൻ ആശാരി ഇതിൽ വർക്ക് ചെയ്യണ. പല സമയത്തും അവൻ എന്നെ അത്ഭുതപ്പെടുത്തും. അപ്പം ആ അത്ഭുതം ഞാൻ മുമ്പിൽ കാണിക്കില്ല. അവൻ വലുതായാലോ വലിയ ആളായാലോ വേറെ മധുസ്വാമി അത് പ്രകടിപ്പിക്കാണ്ടിരിക്കുമ്പോഴേ അതാണ് അതിശയം. ഇവ മാത്രമല്ല, 2-3 പേര് വേറെ ആൾക്കാരുണ്ട്. അവർ സ്വാമി ഇങ്ങനെ മനസ്സിൽ തോന്നുന്നു സ്വാമി പറയും. ഉടനെ ഞാൻ ആ ഡേറ്റ് എഴുതി വയ്ക്കും, അവൻ പറഞ്ഞ സമയം എഴുതി വയ്ക്കും. കറക്റ്റായിരിക്കും. ആ ടൈം വരുമ്പോൾ അത് നടന്നിട്ടുണ്ടാവും, അതിൻ്റെ കാരണം ഉണ്ടാവും. അതിൽ എൻ്റെ ജീവിതത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് ചില ആൾക്കാർ ചിലപ്പോൾ ചില ശിഷ്യന്മാർ പറയാറുണ്ട്. അപ്പോഴേ എഴുതി വയ്ക്കും. അത് പറഞ്ഞാൽ പിന്നെ അവൻ അതിൻ്റെ പിന്നാലെ ഓടും. അതന്നെ അവൻ്റെ പണിയാവും. ഏതവനെ കണ്ടാലും ഇതുപോലെ ലോട്ടറി പോലെ ഇതിങ്ങനെ പറയാൻ തുടങ്ങും. അതുകൊണ്ട് പേടിച്ച് ഞാൻ വിടില്ല. ചില ആൾക്കാരെ വിളിച്ച് ചോദിക്കും, സ്വാമി ഇപ്പോൾ എവിടെയാണ്? സ്വാമിക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, പനിയൊന്നുമില്ലല്ലോ? ഇല്ലല്ലോ, എനിക്ക് പനിയൊന്നുമില്ലല്ലോ. 4 ദിവസം കഴിഞ്ഞാൽ പനി അടിച്ചിട്ടുണ്ടാവും. സ്വാമിക്ക് പനി വരണ പോലെ ഞങ്ങൾക്ക് തോന്നി എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ പേടിയാവും. അത് ഇൻഡ്യൂഷൻസ്. ഇപ്പോൾ വന്ന് പശുക്കളുടെ കാര്യം പറഞ്ഞല്ലേ അവൻ വിളിച്ചിട്ട്? നിശാന്തിൻ്റെ കാര്യം അതിശയം വന്നത്, അവൻ പറഞ്ഞത് ഒരു ഗ്രാമത്തിൽ രാത്രി ആയിക്കഴിഞ്ഞാൽ പശുക്കൾ, കന്നുകാലികളൊക്കെ ഒരു പ്രത്യേക ദിശയിലേക്ക് യാത്ര ചെയ്യണമെന്നാണ് പറഞ്ഞത്. അവനതിങ്ങനെ നോട്ടീസ് ചെയ്തു. അപ്പോൾ ആദ്യം പറഞ്ഞപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെയാണ് മനസ്സിലായത് ആ നാട്ടിൽ എന്തോ ഒരു ആപത്ത് നടക്കാൻ പോകുന്നുണ്ട്. ആ ആപത്ത് നടക്കുന്നതിന് മുന്നെയാണ് ഈ മൃഗങ്ങളുടെ പലായനം. ഒരു പ്രത്യേക സ്ഥലത്ത് ചൂട് കൂടും അവർക്ക്. അപ്പോൾ ആ ചൂട് സഹിക്കാൻ പറ്റാതാകുമ്പോൾ അവർ അവിടെ നിന്നിങ്ങോട്ട് മാറുകയാണ്. ഉറങ്ങേണ്ട സമയത്ത് അവർ യാത്ര ചെയ്യത്രേ. എന്നിട്ട് വേറെ സ്ഥലത്ത് പോയിട്ട് ഉറങ്ങും. ആ സ്ഥലത്ത് അവർ നിൽക്കില്ല. അങ്ങനെ വിശ്രമിക്കുന്ന സമയത്താണ് ഈ ആപത്ത് വന്നാലോ. ആ അലർട്ട് പശുക്കൾക്കുണ്ട്. അങ്ങനെയുള്ള അതെല്ലാവർക്കും കിട്ടില്ല അത്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് പണ്ടത്തെ കാലത്ത് ഇതെല്ലാം ഒബ്സർവ് ചെയ്തിരുന്നു. അങ്ങനെയാണ് ഇത് മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. മനുഷ്യന് അന്നത്തെ കാലത്ത് അത് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ലേ? തീർച്ചയായിട്ടും കഴിഞ്ഞിരുന്നു. മനുഷ്യനത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരുന്നു. അന്ന് പ്രകൃതിയിലേക്ക് നോട്ടണ്ടായിരുന്നേ. ഇന്ന് നമ്മളെല്ലാം കൊട്ടി അടച്ചുല്ലോ. പ്രകൃതിയിലേക്കുള്ള നമ്മുടെ വാതിലൊക്കെ കൊട്ടി അടച്ചു. ചെരുപ്പിടും, അതുപോലെ ഷർട്ടിടും. എപ്പോഴും ഈ നഗ്നനായി നിൽക്കുന്ന പുരുഷന് എന്താ പറയുക, അവന് അസാമാന്യമായിട്ടുള്ള കരുത്തായിരിക്കും അത്രേ. അവൻ്റെ ടെസ്റ്റോസ്റ്ററോൺ വളരെയധികം ബൂസ്റ്റായിരിക്കും എന്ന് പറയുന്നുണ്ട് നഗ്നനായി നിൽക്കുന്നത്. ഇപ്പോൾ റെസ്ലിംഗ് ചെയ്യുന്ന ആൾക്കാരും എന്താ പറയുക MMA ചെയ്യുന്ന ആൾക്കാർ നഗ്നരാണല്ലോ. അവർ കളരിയിലോ തന്നെയാണല്ലോ, വെറും ലങ്കോട്ടി മാത്രം കൊടുത്തിട്ടാണല്ലോ അവർ ഫൈറ്റ് ചെയ്യണത്. പണ്ടത്തെ ഫൈറ്റേഴ്സ് എല്ലാവരും ഡ്രസ്സ് ഊരിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ പ്രകൃതിയായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധം വരുന്നതോട് പുരുഷന്മാരുടെ കരുത്ത് കൂടുത്രേ, അവരുടെ ചിന്താശേഷിയും വർദ്ധിക്കും അത്രേ. അപ്പോൾ നഗ്നരായി നടക്കുന്ന അഘോരികളെയൊക്കെ നമ്മൾ എങ്ങനെ കാണണം? അപ്പോൾ അവരുടെ പവർ എന്തായിരിക്കും? അപ്പോൾ നമ്മൾ അതാ പറയുന്നത്, ഒരു ദേവത ഉപാസിക്കുന്ന സമയത്ത് നമ്മുടെ ഓറ, നമ്മുടെ സൂക്ഷ്മ ശരീരം ആ ദേവനായിട്ട് താതാത്മ്യം പ്രാപിക്കുകയാണ്. അപ്പം അതാ പറഞ്ഞത്, ഒരു ദേവനിൽ തന്നെ കുറേ കാലം നമ്മൾ തുടരണം. ഇതിപ്പോൾ നമ്മളിപ്പോൾ എന്താ വെച്ചാൽ എന്താ പറയുക, ആദ്യം പരമ്പരാഗത ഉപാസന എടുത്ത് പറഞ്ഞിട്ട് കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഓൺലൈനിലൊരു ശ്രീവിദ്യാ ദീക്ഷ എടുക്കും. ശ്രീവിദ്യാ ദീക്ഷ കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ക്രിയാദീക്ഷ എടുക്കും, ക്രിയായോഗയുടെ ദീക്ഷ എടുക്കും. അത് കഴിഞ്ഞ് ഒരു സൂത്രശന ക്രിയ എടുക്കും. അപ്പോൾ ഈ ഓറ എന്തിച്ചിട്ടിരിക്കുക? 100 പദ്ധതികളിലൂടെ 100 ഗുരുനാഥന്മാരുടെ പാരമ്പര്യത്തിൽ കടന്നു പോണത്. അപ്പോൾ ഓറ സത്യം പറഞ്ഞാൽ ഒരു എന്താ പറയുക നപുംസകം പോലെ, ആണുമല്ല പെണ്ണുമല്ല എന്നുള്ള അവസ്ഥയിലാവും. അപ്പോൾ സ്വഭാവം അതുപോലെ തന്നെയും മാറും. അപ്പോൾ പണ്ട് കാലത്ത് ഉപാസിച്ചുകൊണ്ടിരുന്ന കാരണവന്മാർ മരിക്കണ സമയത്ത് ആ ദേവൻ എന്ന് പറഞ്ഞത് ഈ തന്നെയാണ്. ഇപ്പോൾ ആവണങ്ങാട് പോലെ അതിശക്തമായിട്ടുള്ള സ്വാമി സേവ ഉള്ള സ്ഥലങ്ങളുണ്ട്. നമ്മളങ്ങനെയുള്ള വലിയ വലിയ ആവണങ്ങാടും എന്താ പറയുക കാളകാട്ടിലത്തൊക്കെ കണ്ടിട്ട് അവിടുത്തെ ഒരു ദേവനെ പൂജിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ നിന്നൊരു ഫോട്ടോ മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്നാലൊന്നും ആ ശക്തിയും ചൈതന്യം വരില്ല. കാരണം അവിടെ ജീവിച്ചിരുന്നൊരു കാരണവരുടെ പ്രേതം തന്നെയാണ് അവിടെ ഇരിക്കുന്ന ആ ചാത്തൻ. അതാണ് അതിൻ്റെ സത്യം. കാരണം ആ തറവാട്ടിൽ ജീവിച്ചിരിക്കേണ്ട ഒരു കാരണം ഒരു സ്വന്തം പ്രാണനെ അവിടെ ത്യാഗം ചെയ്തിരിക്കുകയാണ്. ആ ഭഗവാനോടുകൂടി അയാളുടെ പ്രയത്നം കൂടി യോജിപ്പിച്ചിരിക്കണം. അയാളുടെ ആത്മാവിൻ്റെ ശക്തിയാണ് അവിടെ ഇരിക്കുന്നത്. അയാളുടെ ആത്മാവ് അയാളുടെ മക്കൾക്ക് നേരാക്കാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യും. ആ കുടുംബത്തിന് കാശ് കിട്ടുന്ന എന്ത് കാര്യം അല്ലെങ്കിൽ നേട്ടം കിട്ടുന്ന എന്ത് കാര്യം ആ കാരണവരുടെ ആത്മാവ് ചെയ്യും. നമ്മൾ പോയി പ്രാർത്ഥിച്ചാലും ഒന്നൊരു കാര്യമില്ല. നമ്മൾ അവിടുത്തെ ചാത്തനാന്നും പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് പൂജിച്ചിട്ട് യാതൊരു വിധത്തിലുള്ള ഒരു ഗുണം കിട്ടാൻ പോകുന്നില്ല. വേണമെങ്കിൽ അവിടെ ഒരു കാരണവരിൽ നിന്ന് സേവാ മന്ത്രം അവർ തരികയാണെങ്കിൽ പഠിക്കുക, സ്വന്തമായിട്ട് ഉപാസന എടുക്കുക, എന്നിട്ട് അതിനെ കൊണ്ടുവരിക.
വളർത്തിക്കൊണ്ടുവരിക. എന്നാൽ മാത്രമേ നമുക്ക് നേട്ടം കിട്ടുള്ളൂ. അല്ലെങ്കിൽ വെറുതെ ഫോട്ടോ മാത്രമേ ഉണ്ടാവുള്ളൂ അവിടെ. എത്രയോ പേര് കച്ചവട സ്ഥാപനങ്ങളിൽ കൊണ്ട് ഫോട്ടോ വെച്ചിട്ട് കാത്തിരിക്കുന്നുണ്ട്, ഇപ്പോൾ ഇന്ന് കിട്ടും നാളെ കിട്ടും ഫലം പറഞ്ഞിട്ട്. അതിൽ കാര്യമില്ല. അപ്പോൾ ഒരു തറവാട്ടിലൊരു ദൈവം ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ആ തറവാട്ടിലെ ഏതോ ഒരുത്തിനും കൂടിയുണ്ട്. ഒരാളുടെ ജീവനുണ്ട് അവിടെ, അയാൾ ത്യാഗം ചെയ്താണ് അവിടെ. ഭദ്രായനത്തിൻ്റെ കഥ തന്നെയാണ്. ആ നായകൻ ശരിക്കും നാടിന് വേണ്ടിയിട്ട് ജീവിത്യാഗം ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് അതിനെ ആൾക്കാർ ഒരു ദൈവമായിട്ട് തെറ്റിദ്ധരിച്ച് ആരാധിക്കുന്നു എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അതാണ് തെറ്റിദ്ധരിച്ച് ആരാധിക്കുന്നു. ജനങ്ങളുടെ മുമ്പിൽ ഇപ്പോഴും എന്താ പറയുക, ഒരു ഈ പറഞ്ഞ കാലഭൈരവൻ എന്നുള്ള ദേവനാണുള്ളത്. പക്ഷേ സത്യത്തിൽ ഇത് ഇവൻ്റെ ജീവിതമാണ്. ആ കല്ലിൻ്റെ മറവിൽ എന്നിട്ട് അവൻ നിലവിളിക്കണമുണ്ട് അവസാനം, എൻ്റെ ജീവിതം പോയല്ലോ ഭഗവാനെ പറഞ്ഞിട്ട്. അപ്പോൾ ആ കരച്ചിൽ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്ര കല്ലിൻ്റെ ഉള്ളിൽ കുടി വെച്ചു എന്നാണ് ഞാനതിങ്ങനെ കാവ്യാത്മകമായിട്ട് എഴുതിയിരിക്കുന്നത്. കല്ല് കരയാറില്ല, കല്ലിന് ഹൃദയമില്ല പറഞ്ഞിട്ടേ. അങ്ങനെ ഭദ്രായൻ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ കൺസെപ്റ്റ് തന്നെയാണ്. ഒരു കൗള സമ്പ്രദായത്തിൽ പോകുന്ന ഒരാൾ அவங்க എപ്പോഴും പറയാറില്ല, ഈ തീർത്ഥാടനങ്ങൾ പോകാറില്ല. അത് മറ്റേ കുലാണതന്ത്രത്തിൽ അതിൻ്റെ ഇത് പറയുന്നുണ്ട്. കൗളന് നിഷിദ്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഒന്ന് തീർത്ഥാടനം, പ്രായശ്ചിത്തം, പശ്ചാത്താപം, മറ്റേത് തീർത്ഥസ്നാനം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവൻ ചെയ്യാറില്ല എന്ന്. എന്തുകൊണ്ട്? അവൻ കണ്ണടച്ചിരിക്കുന്ന സമയത്ത് അവൻ സ്വയം കൈലാസത്തിലാണ്. എവിടെ നിന്നാണ് കണ്ണടയ്ക്കുന്നത്? അവിടെ കൈലാസം. അവന് ഇരിക്കുന്നിടത്ത് കണ്ണടച്ചതിന് അവൻ്റെ കൈലാസമാണ്. ഇപ്പോൾ ശ്രീവിദ്യാസാധനയിൽ മെയിനായിട്ട് പറഞ്ഞ അവർ പറയണത് പ്രാണനിലൂടെ ജപിച്ച് സദാസമയം ഷോഡശിങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഒരു മന്ത്രം കിട്ടിക്കഴിഞ്ഞാൽ 10-12 കൊല്ലത്തോളം പ്രാണനിലൂടെ ജപിക്കണം, എന്നാലേ പ്രാണൻ്റെ ഭാഗമായി മാറുള്ളൂ. അത് ഇതിപ്പോൾ എന്ന് വെച്ചാൽ എന്നാൽ മാത്രമാണ് അത്ര ഇത് വേറെ ആൾക്ക് പ്രസരിച്ച് കൊടുക്കാനുള്ള അധികാരമുള്ളൂ. ഒരു 10-12 കൊല്ലെങ്കിലും ഉപാസിച്ചാൽ മാത്രമാണ് അത്ര ശരിക്കൊരു ഒരു ശ്രീവിദ്യാ മന്ത്രം ഉള്ളിൽ ഉറക്കുള്ളൂ. ഇതിപ്പോൾ ഇന്ന് ഇയാൾക്ക് ദീക്ഷ കിട്ടിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം അയാൾ ഓൺലൈനിൽ ദീക്ഷ കൊടുക്കുകയാണ്. അവൻ്റെ ഇന്ന് മന്ത്രം മേടിച്ചിട്ട് എന്താ കാര്യം? അവൻ്റെ പ്രാണനിൽ യോജിച്ചിട്ടില്ല. ഇപ്പോൾ യോഗികളുണ്ടല്ലോ, മറ്റേ ഹഠയോഗം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആ ഒരു പാസേജ് ചെയ്യുന്ന ബ്രഹ്മയോഗമൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുടെ ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു മന്ത്രം കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് പ്രാണനിൽ യോജിക്കാൻ പറ്റുന്നുണ്ട്. ഇന്നാളൊരു ഹഠയോഗി ഒരാൾ അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു, യോഗാഭ്യാസം ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രശ്നം വന്ന സമയത്ത് ഒരു മന്ത്രം കൊടുത്ത് വെറും 7 ദിവസം കൊണ്ട് അദ്ദേഹം അങ്ങോട്ട് ഭംഗിയായിട്ടത് കൈകാര്യം ചെയ്ത് അദ്ദേഹത്തിന് പ്രശ്നം പൂർണ്ണമായിട്ട് ഇല്ലാതായി. ഞാൻ മന്ത്രം പ്രയോഗിക്കേണ്ടി വന്നില്ല, ഈ മന്ത്രം ഇദ്ദേഹത്തിന് കൊടുത്തു. നിങ്ങളിത് ഉപയോഗിച്ച് രക്ഷപ്പെട്ടോളൂ എന്ന് പറഞ്ഞു. നിങ്ങളുടെ കാര്യം കഴിഞ്ഞാൽ പിന്നെ ഈ മന്ത്രം നിങ്ങൾക്ക് ഇല്ലാതായി തീരട്ടെ എന്നും പറഞ്ഞു. അയാൾ ആ 7 ദിവസം കൊണ്ട് മന്ത്രം ജപിച്ചോളൂ, അയാൾ രക്ഷപ്പെട്ടു. കാരണം അയാൾക്കത് പ്രാണനിൽ യോജിപ്പിക്കാൻ അറിയാം. നമ്മുടെ ആ ആത്മജ്യോതി എന്ന് പറഞ്ഞിട്ട് ഉള്ളിലെ സംഭവം ഉണ്ടല്ലോ, ഒരു ജ്യോതി തിളങ്ങുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഈ പുറത്തുള്ള മന്ത്രത്തിനെ ഇതിനായിട്ട് യോജിപ്പിക്കാൻ അയാൾക്ക് സാധിക്കുന്നുണ്ട്. ഞാൻ 22 കൊല്ലം കൊണ്ടാണ് അത് ഒന്ന് എന്താ പറയുക ആയി തുടങ്ങിയെന്നൊക്കെ ആയത്. ഇപ്പോൾ ഇത് വെറുതെ ജപിക്കുന്നതാണ്. പ്രാണം എന്നൊരു സാധനം ഉണ്ടെന്നും പ്രാണനിൽ ഇത് ലയിക്കണമെന്നും നമുക്കറിയില്ല. ആ ഗുരുനാഥൻ പറഞ്ഞു തന്നിട്ടില്ല, അത് തന്നെ ലയിച്ചോളൂ വെച്ചിട്ടാവും ജപിച്ചങ്ങടെ. പക്ഷേ ഇല്ല, അത് യോജിപ്പിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ജപിക്കുന്നത് പ്രാണനിലൂടെ ആണെങ്കിൽ ഈ ലക്ഷക്കണക്കിനൊന്നും ജപിക്കണ്ട. പിന്നെ ഇത്ര മന്ത്രം ജപിച്ച് ഒന്നും ആയില്ലല്ലോ എന്നുള്ള തോന്നലും വരില്ല. ഒരു മന്ത്രം കഴിഞ്ഞിട്ട് അടുത്ത മന്ത്രത്തിൻ്റെ പിന്നാലെ പോവില്ല. ഇപ്പം എൻ്റെ ഗുരുനാഥൻ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചത് സ്വാമിയേ ശരണമയ്യപ്പ എന്ന് പറഞ്ഞിട്ടാ. അദ്ദേഹത്തിൻ്റെ പ്രാണം പോയതും സ്വാമിയേ ശരണമയ്യപ്പ എന്ന് പറഞ്ഞിട്ടാ. വേറൊരു മന്ത്രം അന്വേഷിക്കില്ല. ഞാനാണിപ്പോൾ എന്താ പറയുക, കിട്ടിയ ഗ്രന്ഥം മുഴുവനും പരിശോധിച്ചിട്ട് അതിലുള്ള മാന്ത്രിക ക്രിയകളൊക്കെ പുതിയത് പരീക്ഷിച്ച് കൊടുക്കണത്. അതിൻ്റെ ഇപ്പോൾ കിട്ടണമുണ്ട്, നല്ല നൈസിൽ കിട്ടണമുണ്ട്. പുതിയ ക്രിയകൾ പരീക്ഷിക്കാൻ തുടങ്ങി ഞാനിപ്പോൾ. ഇപ്പോൾ മന്ത്രവാദത്തിൽ പ്രതികാരബലി, അഘോരബലി, നരസിംഹബലി, അങ്ങനെയുള്ള ബലികളുണ്ട്. ക്രിയകൾ നല്ല രസമാണ്. അപ്പോൾ ആ ക്രിയയുടെ ഭംഗി കാരണം ഞാൻ അങ്ങനെ കാത്തിരിക്കുകയാണ്, ഒരു കർമ്മം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്, ഈ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റ് കിട്ടി തുടങ്ങി, മനസ്സിലായി തുടങ്ങി. അപ്പോൾ അതിൽ തന്നെ പ്രായശ്ചിത്തം പറയുന്നുണ്ട് കൃത്യമായിട്ട്. അതിൽ മൂർത്തികൾ ദണ്ഡിപ്പിക്കുക എന്നുള്ള ഇതുണ്ടല്ലോ. ഒരാളുടെ ദേഹത്ത് ഒരു മൂർത്തി ഉണ്ടെങ്കിൽ ആ മൂർത്തിനെ പീഡിപ്പിക്കാനുള്ള പരിപാടികൾ ആ ദേഹത്തിൽ തന്നെ ഇട്ടിട്ട് പീഡിപ്പിക്കാൻ പറ്റും. അങ്ങനെ സിനിമയിലെ കണ്ടില്ല, മറ്റേ പോയിട്ട് അടിക്കണ പരിപാടിയൊക്കെ. അടിക്കണ്ട, നമ്മൾ ഇവിടെ ചെയ്താൽ മതി, നമുക്ക് ഉള്ളിൽ തന്നെ ചെയ്യാൻ പറ്റും. മൂർത്തി കിടന്ന് നിലവിളിക്കാൻ തുടങ്ങും. അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. ഇത് ചെയ്യുമ്പോൾ ഒരു ആനന്ദം ഇടയ്ക്ക് നമ്മൾ ഒരു റിസർച്ച് ചെയ്യണതിൻ്റെ ഒരു സുഖം അതുണ്ട്. റിസൾട്ട് കിട്ടാൻ തുടങ്ങിയപ്പോൾ അതിനൊരു ഉണ്ട് എന്നുള്ളത് ഉറപ്പാകുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടല്ലോ. ഇത്രയും കാലം സംശയമായിരുന്നല്ലോ, ഉണ്ടോ ഇല്ലയോ എന്നുള്ള സംശയമായിരുന്നല്ലോ. അപ്പോൾ റിസൾട്ട് കിട്ടി തുടങ്ങി കുറേശ്ശെ. അപ്പോൾ വിജയിക്കാൻ തുടങ്ങി എന്നുള്ളത്. ഇനി ശരിക്കും പുസ്തകത്തിൽ എന്തെങ്കിലും ആക്കണം അതിനെ. ഇപ്പോൾ ശരിക്കും അത് ഓലയിലായിരിക്കണത്. ഓലയിലുള്ളതിനെ അങ്ങനെ നമ്മൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഞാനിപ്പോൾ നിലവിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ കുരുമുളക്, വെളുത്തുള്ളി തുടങ്ങിയ ചില ദ്രവ്യങ്ങളുണ്ടല്ലോ, ഈ സാധനമായിട്ട് നമ്മുടെ ദേഹമായിട്ട് നല്ല ബന്ധമാണ്. അത് ശരീരത്തിൽ ഓരോ ഭാഗത്തൊക്കെ ഇങ്ങനെ വെക്കണ സമയത്ത് അതിൻ്റെ ഉള്ള മാറ്റങ്ങൾ അറിയുന്നുണ്ട്. ഇപ്പോൾ ഉള്ളം കയ്യിൽ കുരുമുളക് പിടിപ്പിച്ച് ഇത്ര ഒരു അയാളെ കൊണ്ട് ജപിപ്പിക്കാനൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ആ, എന്നിട്ട് അതിനെ ഒഴിഞ്ഞെടുത്തിട്ട് തീയിലിടാൻ പറയുന്നുണ്ട്. അങ്ങനത്തെ ഒരു പ്രയോഗമല്ലേ നിങ്ങൾ അവിടെ ചെയ്തത്? ആ, മറ്റാൾ വിളിച്ച് പറഞ്ഞിട്ട്. അതെ 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 അതെ, ചെറിയൊരു പ്രയോഗം. അത് കടുക് നമ്മുടെ ശരീരമായിട്ട് നല്ല ബന്ധമുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയെന്ന് ഇപ്പോൾ മനസ്സിലായി തുടങ്ങി. അത് ഉള്ളിൽ പോയിട്ട് എന്തൊക്കെയോ അതിനെ ചെയ്യാണ്ട് പറയുമ്പോൾ ഒരു ചെറിയ വസ്തു അത്. അത് അടുക്കളയിൽ കിട്ടുന്ന കാര്യങ്ങൾ. കടുക്, മുളക്, നമ്മുടെ എപ്പോഴും നമ്മുടെ അമ്മമ്മമാരുടെയൊക്കെ മന്ത്രവാദ സാധനങ്ങളൊക്കെ കടുക്, മുളകൊക്കെ തന്നെയാണല്ലോ. അതെ. അപ്പോൾ അത് ശരീരമായിട്ട് നല്ല ബന്ധമുണ്ട്. ഈ എപ്പോഴും ഉണ്ടാകുന്നൊരു ഇന്നത്തെ കാലത്ത് കാണുന്ന ഒരു കാര്യമാണ് തകിട് എഴുതി കൊടുക്കുക. ആ, ഇത് സത്യസന്ധമായി പറയുകയാണെങ്കിൽ തകിട് ഫലം തരും. ആ, ഈ രണ്ട് രീതിയിലുണ്ട്. ഒന്ന് ഈ അക്കപ്പടം എന്ന് പറഞ്ഞ ദ്രാവിഡ യന്ത്രങ്ങളുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ചില കാരണവന്മാർ പ്രകൃതിയിലെ ചില ശക്തികളെ കൊണ്ട് സത്യം ചെയ്യിച്ചിരിക്കുകയാണ്. ഈ സാധനം, ഈ രൂപം, ഈ ചിത്രം ഏത് അണ്ടൻ അടകോടൻ ഈ അറിവില്ലാത്തവൻ ആരെഴുതി കൊടുത്താലും അത് ഫലിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അതാണ് ദ്രാവിഡ മന്ത്രത്തിൻ്റെ പ്രത്യേകത. ഏതവൻ അത് എഴുതിയാലും അത് ഫലിക്കും. പക്ഷേ ചില യന്ത്രങ്ങളുണ്ട്. യന്ത്രങ്ങളെന്ന് വെച്ചാൽ നമ്മൾ എഴുതി ഫലിപ്പിക്കുക തന്നെ വേണം. അപ്പോൾ അതിന് പ്രത്യേക കർമ്മങ്ങൾക്കനുസരിച്ച് ലേഖനികൾ മാറും. ഇപ്പോൾ ചില യന്ത്രങ്ങൾ എഴുതണമെങ്കിൽ ഈ സ്വർണ്ണത്തിൻ്റെ ടിപ്പ്, അതിൽ സ്വർണം പതിപ്പിച്ചിരിക്കണം. ചിലതിൽ വെള്ളി വേണം, ചിലതിൽ ചെമ്പാണ്. അപ്പോൾ ഒരാളെ നശിപ്പിക്കാനുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് കഴുതയുടെ എല്ല് അത് ഉപയോഗിച്ചിട്ടാണ് എഴുതുക. കഴുതയുടെ എല്ല് കുറിപ്പിച്ചിട്ട് അതിന് ലേഖനി ഉണ്ടാക്കിയിട്ട് എഴുതുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അതുപോലെ മഷി മാറ്റി എഴുതുന്നത്, ഈ അട്ടക്കരി തുടങ്ങിയിട്ടുള്ള ഉമ്മത്തിൻ്റെ നീര്, അങ്ങനെയുള്ള ചില മരുന്നുകൾ കൂട്ടി 8 തരത്തിലുള്ള വിഷങ്ങൾ ഉപയോഗിച്ചിട്ട് അതിൽ മുക്കിയിട്ട് എഴുതുന്ന പരിപാടികളുണ്ട്. അത് യന്ത്രവിധാനം അത് വേറെയാണ്. അപ്പോൾ അതിന് തീർച്ചയായും എഫക്റ്റ് ഉണ്ട്. അതെന്ന് വെച്ചാൽ സത്യം ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന ഫലം കിട്ടിക്കൊള്ളണം എന്ന് പ്രകൃതിയായിട്ടുള്ള ഏതൊരു ശക്തിയായിട്ടൊരു ഡീല് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് ആരെഴുതി തന്നാലും അത് ആ സാധനം എഴുതി തന്നാൽ അത് ഫലിക്കും. ഫലിക്കും. കാരണം ആ ദേവതവണ ഉണരുകയാണ്. നമ്മൾ പണ്ട് അറേബ്യൻ കഥകളൊക്കെ കണ്ടില്ല, മറ്റേ മോതിരത്തിൽ കൊണ്ടിങ്ങനെ ഉരച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആലംബനാന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ ചാട് വരുമല്ലോ. അപ്പം മോതിരത്തിൽ വരയ്ക്കുക എന്നുള്ളൊരു ഡീലാണ്. ആരും ഒന്നും വരച്ചാലും പുറത്ത് വന്നോളണം, ആരാ മോതിരം ഇട്ടാലും അവൻ്റെ അടിമയായിക്കൊള്ളണം. അതൊരു സത്യം ചെയ്യിക്കലാണ് അത്ര. അങ്ങനെ സത്യം ചെയ്യിച്ചിട്ടുള്ള ഈ മലക്കുകളും ജിന്നുകളും ചാത്തന്മാരും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് ഇത്ര ഈ ലോകത്ത്. അധികാരികളെ കിട്ടാതെ നടക്കുകയാണ് ഇത്ര. നടക്കാൻ പറ്റിയ ഒരാളെ അന്വേഷിച്ച് നടക്കുകയാണ് ഇത്ര പേര്. ആരുടെ കൂടെ പോകണം ചിട്ട് റെഡിയാണ് പോകാൻ. ഇന്ന് ലോകത്ത് നടക്കുന്ന ഈ ബ്ലാക്ക് മാജിക്, ഈ മന്ത്രവാദം എന്ന് പറയുന്നത് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ആരും സമ്മതിക്കുന്നില്ല എന്ന് മാത്രം. പുറമെ എന്താ പറയുക, കമൻറ്റ് ബോക്സിൽ ആൾക്കാരെ സമ്മതിക്കില്ല എന്നുള്ളത് മാത്രം. പക്ഷേ എല്ലാ ബിസിനസ്സുകാരുടെ പിന്നിലും ഒരു 3, 4, 5 മന്ത്രവാദികളുണ്ട്, കച്ചവടക്കാരുടെ പിന്നിലുണ്ട്. ഇതിന് പറയുന്നു സത്യവിശ്വാസികളായിട്ടുള്ള മുസ്ലിങ്ങളുടെ പിന്നാലെ വരുന്നുണ്ട്. നമുക്കത് അതിശയം തോന്നുന്നത്. ഞാൻ ആദ്യം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇവർ ഇതിന് പിന്നാലെ പോകുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അവരുടെ ആണ് ഏറ്റവും കൂടുതൽ. അവർ അപ്രോച്ച് ചെയ്യാറുണ്ടോ അങ്ങനെ? ഒരുപാട് മാന്ത്രികന്മാർ, എന്താ പറയുക, വലിയ വലിയ ബിസിനസ്സുകാർ ഒരു ക്വാളിറ്റിയുള്ള മന്ത്രവാദികളെ എറിഞ്ഞു വയ്ക്കും. അവർ ജെന്യുവിനായിട്ടുള്ള ആൾക്കാരെ സെറ്റ് ചെയ്തൊക്കെ അവർക്കറിയാം ഇവനെ കൊണ്ട് എന്തൊക്കെ പണി ചെയ്യിക്കാൻ പറ്റുന്ന അവർക്ക് നല്ലോണം അറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരുത്തനെ അവർ ഉണ്ടാക്കി വയ്ക്കും. അതിന് ഏജന്റുമാരും മാർക്കറ്റിലില്ലേ? ഉണ്ട്. നമ്മുടെ കഴിവ് മനസ്സിലാക്കി നമ്മൾ ഈ ബ്രോഡ്കാസ്റ്റ് അടക്കം എല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ആ നെറ്റ്വർക്ക് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പോഡ്കാസ്റ്റ് കഴിഞ്ഞിട്ട് അങ്ങനത്തെ ബന്ധങ്ങൾ കണ്ടമാനം കയറി വന്നുണ്ട്, ഒരുപാട് കയറി വന്നുണ്ട്. നമുക്കിങ്ങനെ കൊതി വരും അവരുടെയൊക്കെ, എന്താ പറയുക, അവർ തരുന്ന ഓഫറുകൾ. അങ്ങനെയാണ്. പണമാണ് മെയിനായിട്ട്. പണവും സൗകര്യം, പിന്നെ വെച്ചാൽ വലിയ വലിയ ആൾക്കാരായിട്ടുള്ള ബന്ധം അതിലെവിടെയെങ്കിലും വേണ്ട. പക്ഷേ ഞാൻ എപ്പോഴും മഹസാമിയുടെ ഒരു വാക്ക് ആലോചിക്കാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളെ കുറച്ച് ആൾക്കാരെടുത്ത് ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കുക വിചാരിക്കുക. നമ്മളെ പൊക്കാൻ തുടങ്ങി നമ്മൾ ആ വായുന്ന് പൊന്തിന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടനെ ഇറങ്ങണം പറയണം അത്രേ. യുവന്മാർക്ക് കൈ അടച്ചാൽ നമ്മളെ കൊണ്ട് ഇടും താഴേക്ക്. പാവ ഇടണേക്കാട്ടും നല്ലതല്ലേ നമ്മളായിട്ട് ഇറങ്ങിപ്പോണത്. ഞാൻ ബാലുസ്വാമി തന്നെ ഇറങ്ങിപ്പോന്നു, ബാലുസ്വാമി കിട്ടാനില്ല എന്നല്ലേ പറയുള്ളൂ. അതെ, ആ നാരുടെ കനംകാരം ഞങ്ങൾ ഇട്ടിട്ട് പോയി എന്ന് പറയാൻ പാടില്ലല്ലോ. ആ നാണക്കെട്ട് ഒഴിവാക്കുക. അപ്പോഴാണ് ഈ ഗുരുനാഥൻ്റെ വാക്ക് എപ്പോഴും നമ്മൾ ആലോചിക്കുക. അതുപോലെ നമ്മളെ അമിതമായിട്ടൊരാൾ എന്താ പറയുക, ഇന്നെ ഞാൻ അങ്ങനെ ആക്കിത്തരാം, ഇങ്ങനെ ആക്കിത്തരാം, ഇന്നെ ഞാൻ കാറ് മേടിച്ചു തരാം, സന്തോഷിപ്പിച്ചു തരാം എന്ന് പറഞ്ഞാൽ അപ്പോൾ സൂക്ഷിച്ചോളണം. ആ സാക്ഷാൽ ചെകുത്താനാണത്. ചെകുത്താനെ കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ അവിടെ നമസ്കരിച്ചിട്ട് ചെകുത്താനെ കണ്ടു എന്നുള്ള സമാധാനത്തിലിരിക്കാം. കാരണം നമ്മുടെ മാതാപിതാക്കൾ നമ്മൾ ഒരിക്കലും മോനെ നിന്നെ ഞാൻ ഡോക്ടറാക്കി തരാം, എഞ്ചിനീയറാക്കി തരാം,
നീ സ്കൂളിൽ പോടാൻ മോനെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഓടിക്കോടാന്നാണ് പറഞ്ഞിരിക്കണത്. അതെ. ചൂടായിട്ട് ആട്ടി വിടുക ചെയ്തത്. അവർക്ക് നമ്മുടെ മുമ്പിൽ എന്താ പറയുക നല്ലവരായിട്ട് അഭിനയിക്കേണ്ട കാര്യമൊന്നും മാതാപിതാക്കൾക്കില്ല. പക്ഷേ നമ്മളിൽ നിന്നും ചൂഷണം ചെയ്യാനുള്ള ആൾക്കാർക്ക് നമ്മളെ പ്രലോഭിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ പ്രലോഭനം വന്നാൽ അപ്പോൾ ഊരിക്കൊള്ളണം. അപ്പോഴാണ് ഞാൻ എന്നെ ഇങ്ങനെ കാണാതാവുന്നത്, വാനിഷ് ആവുന്നത്, ഫോൺ എടുക്കാതാവുന്നത്. ഒത്തിരി ആൾക്കാർ അങ്ങനെ കംപ്ലൈൻറ്റ് പറയാറുണ്ട്. ഫോൺ നമ്പർ ചോദിക്കുന്നതുകൊണ്ട് കൊടുക്കും. അതെ. വിളിച്ചെടുക്കുന്നില്ല എന്നുള്ളതാണ്. ചില കോള് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് വേണ്ട, നടക്കില്ല, അങ്ങനെയുണ്ട്. അത് ദേവത പറയണതാണോ എന്താ അറിയില്ല. ഇനിയിപ്പോൾ കുറച്ചുകൂടി കാലം കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ അറിയാം എന്തുകൊണ്ടാണ് എനിക്ക് സംഭവിക്കാത്തതെന്നുള്ളത്. അതിശയമാണ്. ചില കോളുകൾ എടുക്കാൻ പറ്റുന്നില്ല, ചില ക്രിയകൾക്ക് പോകാൻ പറ്റുന്നില്ല, അങ്ങനെയുണ്ട്. അപ്പോൾ എൻ്റെ മടിയാണെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ട്. എനിക്കെപ്പോഴും ഞാൻ അന്ന് പറഞ്ഞില്ലേ നമുക്ക് കിടന്നുറങ്ങുക, ഭക്ഷണം കഴിക്കുക, അതൊക്കെയാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടികൾ. പക്ഷെ അതല്ല, അതിനേക്കാളും മറികടന്ന്. കാരണം ചില കേസുകൾ വന്നാൽ എനിക്ക് ഭയങ്കര ഒരു ആകെ ഒരു എരിവിലും ചെയ്തേ പറ്റും. കാശൊന്നും അവിടെ പ്രശ്നമൊന്നുമല്ല, കാശൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, അവിടെ പോയിട്ട് ചെയ്യുക. അതിനൊക്കെ ആണിയടിച്ച് പിടിച്ച് 4 ആണിയൊക്കെ അടിക്കുമ്പോൾ നല്ലൊരു സുഖമാണ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കുറേ ചണ്ഡികായാഗത്തിന് പിന്നാലെ നടന്നിട്ടുണ്ടായിരുന്നു, കുറേ യാഗം ഹോമം, ഒരുപാട് യാഗം. അന്നാ ശ്രീകാന്തണ്ണനെയൊക്കെ പരിചയപ്പെട്ട സമയത്താണ്. പക്ഷെ ഒരു മാസം ഞാൻ നിന്നിട്ട് ഞങ്ങളുടെ മാനസികമായിട്ട് തകർന്നു. അവസാനം ഗുരുനാഥൻ പറഞ്ഞു, എന്ത് പറ്റി സന്തോഷം, എൻ്റെ കൂടെ നിൽക്കിട്ട് സന്തോഷമല്ലേ ചോദിച്ചു. ശരി നീ പോയിട്ട് വീട്ടിൽ പോയിട്ട് റെസ്റ്റ് ചെയ്യൂ പറഞ്ഞു എൻ്റെ അടുത്ത്. അങ്ങനെ വീട്ടിൽ വന്നിട്ട് ഒരു മനസ്സമാധാനമോ സന്തോഷമൊന്നും കാണാനില്ല. അതിൻ്റെ ഇടയ്ക്ക് അതിനെ പറ്റി ചേരക്കരയിലെ സുരേഷ് പണിക്കർ ഒരു ചാർട്ട് അയച്ചു തന്നത്, ബാലു വേഗം കോളെടുക്കുക, ഒരു കാര്യമുണ്ട് പറഞ്ഞു. നോക്കുമ്പോൾ അതിലിങ്ങനെ എഴുതിയിട്ടുണ്ട്, ഇങ്ങനെ എന്താ പറയുക, ഒരു പെൺകുട്ടിക്ക് ഒരു ബാധ വന്ന് കലകശൂലിനി, മാരണച്ചാത്തൻ, ക്ഷുദ്രകുളികൻ, പിന്നെന്താ വേറെ എന്തൊക്കെയോ കുറേ മൂർത്തികളുടെ പേര് പറഞ്ഞു. ഇങ്ങനെ മറ്റേ ചാത്തൻ മറിച്ച ചാത്തൻ, ഇതിനൊക്കെ പ്രത്യങ്കിരി ഹോമം മുഖേന ആണിയിൽ ആവാഹിച്ച് എന്താ പറയുക നക്ഷത്രവൃക്ഷ പ്രതിമയിലേക്ക് അടിച്ച് അതിൽ ഭൂതമാരണ ബലി സഹിതം അതിനെ ഉച്ചാടനം ചെയ്യുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ ആലോചിക്കുന്ന സമയത്ത് നല്ല രസം. പുതിയ സിനിമ അഭിനയിക്കാൻ കിട്ടിയ അപ്പോൾ എനിക്ക് തോന്നി അവിടെ പോയിട്ട് 4 ആണി അങ്ങോട്ട് അടിച്ച് അതിൻ്റെ ശബ്ദമൊക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ മറ്റേ ഹോമം ചെയ്തതിൻ്റെ ദുഃഖമൊക്കെ അങ്ങോട്ട് മാറി, ഉഷാറായി. യാഗം ചെയ്തിട്ടും കിട്ടാത്തൊരു സന്തോഷമാണ് ഈ മന്ത്രവാസം ചെയ്താൽ കിട്ടണത്. എന്ത് യോഗമാണാവോ അത്. പിന്നെ ഇപ്പം ഞാൻ ചോദിക്കുന്നത്, എപ്പോഴും ഈ നമ്മൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, ഇപ്പം ഒരു ഗ്രാജുവേറ്റ് എന്ന നിലയിലോ ഒരു എഴുത്തുകാരൻ എന്ന നിലയിലൊക്കെ ഒരു അറിയപ്പെടുന്ന ആളായി മാറി. ഇതിന് ഈ ഒരു പ്രവൃത്തിയെ, കാരണം പലതും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആസ്ട്രോളജിയൊക്കെ പണ്ടത്തേക്കാൾ കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കാൻ തുടങ്ങി അല്ലേ. ചെറിയ കുട്ടികൾ വരെ ജന്മസമയം ആപ്പിലിട്ട് ചെക്ക് ചെയ്യുന്ന കാലത്തിലേക്ക് നമുക്ക് വന്നു. അതെ. ഇപ്പോൾ എവിടെയെങ്കിലും അങ്ങേക്ക് തോന്നിയിട്ടുണ്ടോ ഇതിലൊരു പൊള്ളയായ എന്തെങ്കിലും ഭാഗങ്ങൾ ഇതിനുണ്ടെന്ന്? ഇല്ല, എന്തോ ഉള്ളതുകൊണ്ടാണല്ലോ അതിൻ്റെ പിന്നാലെ ആൾക്കാർ പോകുന്നത്. അതെ, അങ്ങനെ നമ്മുടെ ഒരു ഫ്രണ്ടിന് വേണ്ടി ഇതുപോലെ ഒരു ജാതകം അവൻ കല്യാണം നടക്കാണ്ട് എന്താ പറയുക ഇതാക്കി കൊടുത്തു. പക്ഷെ അത് കല്യാണം നടന്നില്ല. ഞാൻ കാരണം വിഷമിച്ച് ചെയ്താൽ, കാരണം 38 വയസ്സായിട്ടും വിവാഹം നടക്കണില്ല. അങ്ങനെ ജാതകം ഒന്ന് മാറ്റി കൊടുക്കാൻ പറ്റുമോ വെച്ചിട്ട് അവനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ എൻ്റെ മനസ്സിങ്ങനെ പേടിച്ചുകൊണ്ടിരിക്കുകയാണ്, മാറ്റണോ. സുഹൃത്താണ് താനും. കാരണം ചെയ്യുന്നത് വലിയൊരു ദ്രോഹമല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കും, ഇത് ജാതകം മാറ്റുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ക്രൂരമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ സിമ്പിളായിട്ട് ഇതിങ്ങനെ പറഞ്ഞു സംഗതി, ജാതകം മാറ്റുക എന്നൊക്കെ. അപ്പോൾ ഒരു ഭയം ഉണ്ടായിരുന്നു ശരിക്കും. പക്ഷേ അവൻ വേറെ അവിടെ നിന്ന് ഒരു ജാതകമൊക്കെ എടുത്ത് മാറ്റി വിവാഹം സെറ്റാക്കി. ഞാൻ ചെയ്തില്ലെങ്കിൽ വേറൊത്തും ചെയ്തു. അത് അങ്ങനെ ചെയ്തു പറഞ്ഞാൽ നല്ല കഴിവുള്ളൊരു ജോത്സ്യം നോക്കിയാൽ കണ്ടുപിടിക്കാതെ. വിവരമുള്ളവൻ്റെ കൈ കിട്ടി എന്ത് സാധനം പുറത്തു വരുമല്ലോ. അയാൾ ശരിക്കും ഗണിച്ചു നോക്കിയാൽ വിവരറിയും. ശിവൻ എവിടെ നിന്ന് ഒപ്പിച്ചു, സുഖമായിട്ട് ജീവിക്കേണ്ടവർ. ശരിക്കും ഒരു 5-ാമത്തെ കൊല്ലത്തിൽ പ്രശ്നം വരേണ്ടതാണ്. അവൻ സുഖമായിട്ട് ജീവിക്കണം. അത് നേരത്തെ പറഞ്ഞ ഈ നമ്മൾ അതിലുള്ള വിശ്വാസം കൊണ്ടാവില്ലേ, നമുക്കൊരു കുഴപ്പമുണ്ടാവില്ല എന്നുള്ള വിശ്വാസം? അതൊന്നല്ല. അതായിട്ട് യാതൊരു ബന്ധമില്ല. ശരിക്കും എൻ്റെ ജീവിതത്തിലൊക്കെ ജാതകപ്രകാരം കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. കറക്റ്റായിട്ട്. പിന്നെ നമ്മളൊരു ജാതകപ്രകാരം ഒരാളുടെ എന്താ പറയുക ലഗ്നമൊക്കെ ചിന്തിക്കുന്ന സമയത്ത് അവൻ്റെ സ്വഭാവമൊക്കെ അത് കറക്റ്റ് പറഞ്ഞു തരും. അതുണ്ട്. ലൈംഗിക രോഗങ്ങളെക്കുറിച്ച് പറഞ്ഞു തന്നിട്ട് നമുക്ക് നോക്കാൻ അറിയാഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഇത് തെറ്റായിട്ടായിരിക്കും. പണ്ടൊക്കെ കേട്ടിട്ടുണ്ട് 12 കൊല്ലം കൂടുമ്പോൾ എന്തോ ഇതിനൊക്കെ പഞ്ചാംഗം കണിക്കണ പരിപാടിയൊക്കെ ഉണ്ട് ഇത്ര. ഇപ്പോൾ ഒരേ തത്തമ്മേ പൂച്ച പറഞ്ഞിട്ട് പോവല്ലേ. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇപ്പോഴത്തെ സമയത്തിനനുസരിച്ചിട്ടൊക്കെ പഞ്ചാംഗമൊക്കെ ഒന്ന് മാറ്റാറായിട്ടുണ്ട്. 100% മാറ്റാനായിട്ടുണ്ട്. കാരണം നമ്മളിപ്പം വിഷുവിന് കണിക്കുന്ന ഒരു മാസം എന്തോ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ കണിക്കണ ജാതകങ്ങൾക്കൊന്നും വലിയ ഫലങ്ങളൊന്നും കാണാനില്ല.
അപ്പോൾ അടിസ്ഥാനപരമായിട്ട് അതിൻ്റെ അടിയിൽ പൊളിച്ചെഴുതപ്പെടേണ്ട കുറേ കാര്യങ്ങളുണ്ടെന്ന് അർത്ഥം. ഉണ്ട്. ഞാൻ ഒരു 28 ജാതകങ്ങൾ മര്യാദയ്ക്ക് നോക്കിയിട്ട് ഡൈവോഴ്സ് ആയിട്ടുണ്ട്. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. 28ാമത്തെ ജാതകം ഞാനിപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച ഡൈവോഴ്സായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഗംഭീര ജാതകം, നോക്കുമ്പോൾ യാതൊരു കുഴപ്പമില്ല, പൊരുത്തങ്ങളെല്ലാം കയറിയിട്ടുണ്ട്, ഡൈവോഴ്സായി. ഇത് ആരോട് പറയുമ്പോൾ അപ്പോൾ റിസർച്ച് വഴി കൂടെ നടക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നുള്ളത്? അതെ. അപ്പോൾ രണ്ടും പറയാൻ പറ്റും. പിന്നെ വേറെ കാര്യം വെച്ചാൽ നമ്മൾ ചേർക്കലയിലെ സുരേഷേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മളോട്, മനുഷ്യൻ്റെ ഭാവി അറിയാൻ ഇപ്പോൾ നിലവിൽ ജ്യോതിഷം മാത്രമേ ഉള്ളൂ. ഇനി വേറൊരു സാധനം കണ്ടുപിടിക്കട്ടെ, അപ്പോൾ അവന് ജ്യോതിഷം നമുക്ക് തള്ളിക്കളയാം. ഇപ്പം നമുക്കിതേ നിവൃത്തിയുള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ പുറത്തേക്ക് നോക്കാൻ വേണ്ടി ആകെ ഒരു ഓട്ടയേ ഉള്ളൂ. നമ്മൾ ആ ഓട്ടേനെക്കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വേറെ ഓട്ടകളൊന്നും ഇല്ലല്ലോ, ഇതേ ഉള്ളൂ. അപ്പോൾ ഇത് കൂടെ നോക്കുക തൽക്കാലം, അതേ പറ്റുള്ളൂ. അതുകൊണ്ട് അതിന് കുറ്റം പറയാൻ പറ്റില്ല. അല്ലാതെ ഭാവി അറിയാൻ വേറെ എന്താ, സ്കാനിങ് മെഷീൻ വല്ലതും കണ്ടുപിടിക്കട്ടെ എന്നാ ഭാവി അറിയാൻ വേണ്ടിയിട്ട്. അതില്ലല്ലോ ലോകത്ത്. ഇതിന് പകരം വെക്കാനൊരു സാധനം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അതാണ്. പിന്നെ ഇതിൽ കുറേ ആഡിങ് വരികയാണ്. പല ആൾക്കാരും പല ഗുരുനാഥന്മാരും ആഡ് ചെയ്യണത് ജനങ്ങളെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് പലതും. അതാണ് ഇപ്പോൾ നമ്മൾ ഈ അക്ഷയ തൃതീയ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ അതെ അതെ, ആഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെ നമ്മൾ ബുക്ക് വീട്ടിൽ നിന്ന് എടുത്തില്ലേ, അതിൽ പറയുന്ന പോലെ പല ക്രിയകളും വലിയ ക്രിയയിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് അതിനെ വലിയൊരു പ്രൊഡക്റ്റാക്കി മാറ്റിയിട്ടാണ്. അതെ. പക്ഷേ വളരെ രസകരമായിട്ട് സ്വാമി എഴുതിയിട്ടുണ്ട്. അയ്യോ, സ്വാമി പോലുള്ള ആൾക്കാരൊന്നും അങ്ങനെ അംഗീകരിച്ചിട്ടില്ല കേട്ടോ. അത് ഈ ജ്യോതിഷത്തിനൊന്നും വലിയ കാര്യത്തിൽ അംഗീകരിച്ചിട്ടില്ല. അവർ പറഞ്ഞ ജ്യോതിഷം തന്നെ വ്യത്യാസമാണ്. അത് ശരിക്കും മറ്റേ പ്രകൃതിയും മനുഷ്യൻ തമ്മിലുള്ള ബന്ധമാണ് ഇരിക്കുന്നത് ഉദ്ദേശിക്കുന്നത്. അല്ല നമ്മുടെ ഈ നാൾ നോക്കിയിട്ടുള്ള പരിപാടിയൊന്നുമല്ല അവരുടെ ശരിക്കും. പക്ഷെ അദ്ദേഹം നക്ഷത്രമൊക്കെ നോക്കിയിട്ടാണ്, ജാതകമൊക്കെ നോക്കിയിട്ടാണ് എന്താ പറയുക ചികിത്സയും കാര്യങ്ങളും കൊടുക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന് അറിയാം, അതിന് നിമിത്തങ്ങളുണ്ടായിരുന്നു. എന്താ സ്വാമിയുടെ പ്രത്യേകത പറഞ്ഞാൽ ഒരാളെ ചികിത്സിക്കാൻ പറ്റുന്ന സമയത്ത് പ്രാരാബ്ധം ഇതാണെന്ന് പറഞ്ഞു തരും. ഒരു അമ്മയെ ഉപദ്രവിച്ച ഒരാളുടെ അടുത്ത് അദ്ദേഹം മുഖത്ത് നോക്കി പറഞ്ഞിട്ടായിരുന്നു, ആ ശാപം തീരാതെ എൻ്റെ ഈ രോഗം മാറില്ല എന്ന്. അതുപോലെ അദ്ദേഹത്തിന് ശിഷ്യനായിട്ടുള്ള ഒരു ഡോക്ടർ എൻ്റെ അടുത്ത് നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ്, ഒരാളെ ചികിത്സിക്കാൻ പോയപ്പോൾ അദ്ദേഹത്തിന് ഒരു പശുവാണ് അത്ര തടസ്സം നിന്നത് അദ്ദേഹത്തിൻ്റെ കാറിന്. അപ്പോൾ അദ്ദേഹം മനസ്സിൽ ഊഹിച്ചെടുത്തു അതൊരു മാതൃശാപമായിട്ട് അവർ കണക്കാക്കി. നോക്കുമ്പോൾ ശരിയാണ്, അമ്മയായിട്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ അമ്മയായിട്ടുള്ള പ്രശ്നം പരിഹരിക്കാൻ ആദ്യം പറഞ്ഞു, എന്നാൽ ഈ രോഗം മാറുള്ളൂ എന്ന് പറഞ്ഞു. സ്വാമിയുടെ ചികിത്സയൊക്കെ അങ്ങനെയായിരുന്നു. പണ്ട് നമ്മുടെ ചികിത്സ അങ്ങനെയായിരുന്നു ഇരിക്കും. അതുമായിട്ട് വലിയ ബന്ധമുണ്ട്. പണ്ടൊരു അച്ഛൻ്റെ ഒരു കൂട്ടുകാരനായിരുന്നു അയ്യപ്പൻ നായർ. അദ്ദേഹം പറയുമായിരുന്നു, അദ്ദേഹത്തിന് കളരിയാശാനായിരുന്നു, പക്ഷേ കാല് എപ്പോഴും പരിക്കായിരുന്നു അത്രേ. ഒരിക്കലും ആ മുറിവ് ഉണങ്ങിയിട്ടില്ല അത്രേ. അപ്പോൾ അമ്മയെ ചവിട്ടിയ കാലാന്ന് പറയുന്നത് അദ്ദേഹം. അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് കർമ്മപ്രാരാബ്ധം രോഗമായിട്ട് വരാറുണ്ട്. അപ്പോൾ നമ്മളിന്ന് പല കേസുകൾ ഏറ്റെടുക്കുന്ന സമയത്ത് ഇതാണ് നമ്മൾ ചിന്തിക്കുന്നത്, എന്താ അതിൻ്റെ കർമ്മപ്രാരാബ്ധം, ആരായിട്ടാണ് പ്രശ്നം. ഇപ്പോൾ അടുത്തൊരു ഗുരുനാഥൻ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു, ഒരു പറയര സമുദായത്തിലുള്ള ഒരു മാന്ത്രികനായിട്ട് പൂർവികർ യുദ്ധം ചെയ്തിട്ടുണ്ട് അത്രേ. അന്ന് അവർ വിട്ട മൂർത്തികൾ ഇന്നും അവരെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടിപ്പോൾ ഇദ്ദേഹം ആ വീട്ടുകാരെ പോയി കണ്ട് ചെറിയൊരു എന്താ പറയുക പരിഹാരം ചെയ്തപ്പോഴാണ് അത്ര വ്യത്യാസം വന്നത്. അവർക്ക് എന്തോ കൊടുത്തവരെ സമാധാനിപ്പിച്ചപ്പോഴാണ് അത്രേ. എന്നാൽ അവരും പുതിയ തലമുറയാണ്, ഇവരും പുതിയ തലമുറയാണ്. ഇത് ചെയ്തതോടുകൂടി ആ പ്രശ്നം അവസാനിച്ചു എന്നും പറഞ്ഞു. അങ്ങനെയുള്ള ചില അത്ഭുതങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സംശയങ്ങളെ നിവർത്തിക്കുന്ന രീതിയിൽ ചില റിസൾട്ട് കിട്ടുമ്പോഴാണ് ഇതാണ് എന്ന് പറയണത്. ഈ ആസ്ട്രോളജിയിൽ നമ്മളിപ്പം ശ്രീവിദ്യോപാസനയ്ക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ലളിതോപാസന ചെയ്യുന്ന സമയത്തൊക്കെ ഈ ജാതകത്തിന് അവിടെ വലിയ കാര്യമില്ല എന്ന് പറയപ്പെടുന്നില്ലേ. അമ്മ എന്താ പറയുക, അമ്മേനെ നമ്മൾ പരിപൂർണമായി ഉപാസിക്കുമ്പോൾ അവിടെ ഗ്രഹനിലകൾ നോക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ എന്തെങ്കിലും കോൺസെപ്റ്റ്? ഗ്രഹനില മാത്രമല്ല, ഒന്നും നോക്കാൻ സമ്മതിക്കില്ല അന്നത്തെ ശ്രീവിദ്യ ആശാന്മാർ, ശ്രീവിദ്യ ഗുരുക്കന്മാർ. കാരണം കൺഫ്യൂഷനിലായിരിക്കാൻ വേണ്ടിയിട്ടാണ്. ശ്രീവിദ്യ തന്നെ കൺഫ്യൂഷനാണ്. നമുക്ക് അനുഭവിക്കാനുള്ളതൊക്കെ ശ്രീവിദ്യ തന്നെ കിട്ടും. മഹാവിദ്യകൾ ഉപാസിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിലുള്ള അടിവാസനകളെല്ലാം പുറത്തേക്ക് വരും. നമ്മളതിന് പരിഹാരം തേടിയിട്ട് ആദ്യം ഓടുക ജ്യോത്സ്യന്മാരാണെന്ന് ഈ ഗുരുക്കന്മാർക്ക് നല്ലോണം അറിയാം. നമുക്കാകെ നമ്മൾ ഈ സ്പിരിച്വൽ വേൾഡിലുള്ള ആൾക്കാർ ആദ്യം ഒരു പ്രശ്നം വന്ന് ആദ്യം രാശി വയ്ക്കും. നമ്മൾ മെഡിക്കൽ കോളേജിലെല്ലാം ആദ്യം പോവുക. അത് ശ്രീവിദ്യ ഗുരുവിന് നല്ലോണം അറിയാം. അപ്പോൾ ആദ്യം തന്നെ അവർ പറഞ്ഞു വെച്ചു, ഇത് നിനക്ക് ബാധിക്കില്ല എന്ന്. നോക്കേണ്ട കാര്യമില്ലല്ലോ, പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതുണ്ട്, എന്താ പറയുക, ഗ്രഹങ്ങളുടെ സ്വാധീനം എന്തായാലും ബാധിക്കും. അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവമാണ്. കാരണം ഇപ്പോൾ എൻ്റെ ഗ്രഹദശ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ അതിൻ്റെ ചില ബുദ്ധിമുട്ടുകൾ നമ്മളെ മനസ്സിലായി തുടങ്ങി വരുന്നുണ്ട്. ജസ്റ്റ് ഒബ്സർവ് ചെയ്ത് നമുക്ക് മനസ്സിലാവും. നല്ല ദശാസന്ധി വരുന്ന സമയത്ത് നമുക്ക് മാറ്റം വരുന്നുണ്ട്. എൻ്റെ 22ാമത്തെ വയസ്സിൽ ഇതുപോലെ ദശാസന്ധി സമയം ഉണ്ടായിരുന്നു. അന്ന് ജ്യോത്സ്യം പഠിച്ചുകൊണ്ടിരിക്കുക രാജേട്ടൻ്റെ അടുത്ത്, കൈലാടെ രാജൻ്റെ അടുത്ത്. അച്ഛൻ അന്ന് ഹോസ്പിറ്റലിലാണ്. അപ്പം ഞാൻ അച്ഛൻ്റെ ജാതകം എടുത്ത് കൊണ്ട് കാണിച്ചു കൊടുത്ത സമയത്ത് ഇവരങ്ങനെ മടക്കി വെച്ചു, പഠിക്കാനൊക്കെ നോക്ക് പറഞ്ഞിട്ട് ഇവർ ഇതാക്കി.
ഒരു വഴിപാടൊന്നും പറഞ്ഞൊന്നുമില്ല. ഞാൻ ചെന്ന് 3 ദിവസം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം എന്നെ വിളിക്കണത്. അച്ഛൻ എങ്ങനെയുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ, ഇന്ന ക്ഷേത്രത്തിൽ വഴിപാട് എഴുതാൻ മതി പറഞ്ഞു. അപ്പോൾ ഞാനത് അന്ന് പറയാഞ്ഞത്, ഇല്ലടാ ഇന്നലെ ആൾ പോകേണ്ടതായിരുന്നടാ പറഞ്ഞു. ഇനി കുഴപ്പമില്ല എന്നും പറഞ്ഞു. എൻ്റെ മറ്റേ രാഹുദശ അവസാനിക്കുന്ന സമയം എന്തായിരുന്നു. അപ്പോൾ അങ്ങനെ പറയും ഇങ്ങനെ ദശാന്തേ ഫണിനാഥസ്യ പിതൃനാശം പതച്യുതി എന്ന് പറയുന്നുണ്ട്. ഈ രാഹുദശയുടെ അവസാനത്തിൽ പിതൃനാശം, ഒന്നുകിൽ അച്ഛൻ പോവുക അല്ലെങ്കിൽ പതച്യുതി, മുകളിൽ വീണ് നമ്മളാകെ ഇല്ലാതാവുക. അതിൻ്റെ ടൈമായിരുന്നു. അപ്പോൾ ഇന്നലെ വരെ മുപ്പർക്ക് ടൈം ഉണ്ടായിരുന്നു. ഇവരെ ഇങ്ങനെ നോക്കിയിരുന്നു. അപ്പോൾ അച്ഛൻ ആശുപത്രിയിലാണ്, ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ സീരിയസ് ആയി കിടക്കുന്ന സമയമായിരുന്നു. അത് അദ്ദേഹം കണ്ടറിഞ്ഞിട്ട് ചെയ്തു. അപ്പോൾ അതിന്ന് രക്ഷപ്പെട്ടതിന് ശേഷമാണ് മൂപ്പര് വഴിപാട് ചെയ്യാൻ സമ്മതിച്ചത്. മൂപ്പര് പ്രതീക്ഷിച്ചിരുന്നു, അതിങ്ങനെ ഒരു വാർത്ത പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അത് വളരെ പക്വമായിട്ടുള്ള ആൾക്കാർക്ക് അത് ചെയ്യാൻ സാധിക്കുള്ളൂ. അതെ അതെ. അല്ലെങ്കിൽ അത് നാവുന്ന് വീണാൽ അത് സത്യമായി മാറും ചെയ്യും. സത്യമാറും ചെയ്യും. അങ്ങനെ പ്രശ്നമുണ്ടല്ലോ അസ്ട്രോളജി അല്ലേ? നമ്മൾ പറഞ്ഞ് അവർ പറഞ്ഞാൽ ചിലപ്പോൾ അതേപോലെ ഞാൻ പറഞ്ഞത് കൊണ്ട നടക്കുന്നവൻ്റെ ആജ്ഞാശക്തി പോലെ ഇരിക്കും. അവൻ്റെ എന്താ പറയുക, ആജ്ഞാചക്രത്തിൻ്റെ ബലം പോലെ ഇരിക്കും. അതൊരു ടൂള് മാത്രമാണ്. ജ്യോതിഷവും നവഗ്രഹവും 27 നക്ഷത്രവും കാര്യങ്ങളൊക്കെ ഒരു ടൂള് മാത്രമാണ്. ഒരു തുടക്കം ഇടാൻ വേണ്ടിയിട്ട് 4 ശ്ലോകമൊക്കെ ചൊല്ലാൻ വേണ്ടിയിട്ടാണ്. മുഴുവൻ പ്രമാണമല്ല. മുഴുവൻ പ്രമാണം നോക്കുന്നവർക്കൊക്കെ ചില സമയത്ത് എല്ലാം നശിച്ച് ഒന്നുമല്ലാതായി പോയിണ്ടവർ. ഒരു ഇൻഡ്യൂഷനിൽ ദൈവം കൊടുക്കുന്നൊരു ഇതിൽ പോണവർക്ക് മാത്രമാണ് നമ്മൾ അതിമാനുഷികർ എന്നൊക്കെ പറഞ്ഞിട്ട് പേര് കിട്ടുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ കേരളത്തിൽ അതിപ്രഗത്ഭരെന്ന് പറഞ്ഞിട്ടുള്ള വലിയ ജ്യോത്സ്യന്മാർക്കൊന്നും വലിയ കാര്യമായിട്ട് ജ്യോത്സ്യം അറിയില്ല. പക്ഷെ അവരുടെ പ്രവചനം അതിഗംഭീരമാണ്. ഇപ്പോൾ ഗുരുനാഥുള്ള സമയത്ത് ഒരാളുടെ പേര് ഞാൻ മറന്നു. അദ്ദേഹത്തിന് ആകെ 5 കൗടിയുള്ളൂ മൊത്തം. കീഴിൽ 5 കൗടിയുള്ളൂ. അപ്പോൾ അതിങ്ങനെ വാരിയിട്ടിട്ട് ആദ്യം മൂപ്പര് വന്ന ഗുരുനാഥന്മാരുടെ കാലൊക്കെ പിടിക്കും ആദ്യം. കാരണം അവർ കുറ്റം പറയാൻ പാടില്ലല്ലോ. ഇപ്പോൾ നമ്മളാരും ഇരിക്കണമെങ്കിൽ നമ്മളെയൊക്കെ തൊട്ട് തൊഴുതും ഇങ്ങനെ. കാരണം നമ്മളൊരു ആപത്തുണ്ടാക്കാൻ പാടില്ലല്ലോ ആൾക്ക്, അതിന് വേണ്ടിയിട്ട്. പക്ഷെ പറഞ്ഞങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ കറക്റ്റാണ്. ഭൂമിയുടെ അടിയിലുള്ള ഇതൊക്കെ പറയുകൾ, കൂടോത്രം കുഴിച്ചിട്ടതും മറ്റതും മറിച്ചതും ഒക്കെ വിളിച്ചു പറയുന്നുണ്ട്. അപ്പം ഞാനന്ന് ജ്യോത്സ്യം പഠിക്കണ്ട. അപ്പം ഞാൻ പറഞ്ഞു 100 കവടി ഉണ്ടായിട്ട് എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല, ഈ 5 കവടി വെച്ചിട്ട് അത് ചിലപ്പോൾ ശക്തിയായിരിക്കും. ഏതൊരു ജ്യോത്സ്യൻ്റെ വീട്ടിൽ കന്ന് മയക്കാൻ നിന്നിട്ട് അവസാനം മരിക്കണ സമയത്ത് അയാളെ 5 കവടി പെറുക്കി കൊടുത്താണ് അത്രേ, നിനക്ക് ഭരിക്കട്ടെ പറഞ്ഞിട്ട്. അയാളെ ഗുരുനാഥനെ വിളിച്ച് നിലവിളിക്കുന്നതോടുകൂടി കാര്യം നടക്കുകയാണ്. അപ്പോൾ അതാണ് കൊണ്ട് നടക്കുന്നവൻ്റെ ആ മനസ്സിൻ്റെ ഉള്ളിലത്തെ അവൻ പറയണ വാക്ക് ഫലിക്കും. അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ പല ക്ഷേത്രങ്ങളിലും ഇപ്പോൾ ഗുരുവായൂരപ്പൻ ക്ഷേത്രം വരെ നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്ന മൂർത്തികളൊന്നല്ലല്ലോ അപ്പോൾ അവിടെ. കാരണം ഇതൊക്കെ ഈ അമ്പലം എന്നുള്ള കോൺസെപ്റ്റൊക്കെ വന്നിട്ട് അത്രേ നമ്മൾ നോക്കുമ്പോൾ അത്രേ ഉള്ളൂ ആ ഒരു. അപ്പോൾ അങ്ങേക്ക് അങ്ങനെ വല്ല സംശയം എവിടെയും തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. ഇന്ന് കാണുന്ന പല ക്ഷേത്രങ്ങളും യഥാർത്ഥ മൂർത്തികളല്ല. നമ്മൾ ഇന്ന് കാണുന്ന മൂർത്തികളല്ല. ഇന്ന് പ്രധാനമായിട്ട് ഇപ്പോൾ കാണുന്ന ദൈവങ്ങൾ മഹാദേവൻ, രാമൻ, കൃഷ്ണൻ, കാളി, ഇത്ര ആൾക്കാർക്ക് അറിയുള്ളൂ. ഇത്ര ദൈവങ്ങൾ. പിന്നെ ഒരു ഗണപതിയും ഒരു മുരുകനും. അപ്പം അങ്ങ് ഗുരുവായൂരപ്പൻ്റെ പേര് വിളിച്ചു ഇപ്പം നമ്മൾ ചില പൂജ ചെയ്യുന്ന സമയത്തുള്ള ഉണ്ട്. ദ്രാവിഡ മാന്ത്രികത്തിൽ വളരെ രഹസ്യമായിട്ട് ഗുരുവായൂരുള്ള ദേവതകളെ വിളിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ ദ്രാവിഡ ദേവതകളാണ്. അത് കൃഷ്ണനല്ല. അതാണത്. അപ്പം പിന്നെ ഗുരുവായൂരപ്പന് കൃഷ്ണനെ പകരം വേറെ ആരെങ്കിലും കയറി ഇരിക്കണ്ടോ എന്നാണ് സംശയം. ഇതൊക്കെ എങ്ങനെയാണ് സാധാരണ ഒരാൾക്ക് അത് ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റില്ല? നമുക്കത് അറിയേണ്ട കാര്യമില്ല. ഇല്ല അല്ലേ? നമ്മളിപ്പോൾ അയാളെ കൃഷ്ണൻ എന്ന് വിളിച്ചാലും ഇനിയിപ്പോൾ യേശു ക്രിസ്തു എന്ന് വിളിച്ചാലും അയാൾക്ക് കുഴപ്പമൊന്നുമില്ല. അതെ. നമ്മൾ പറഞ്ഞില്ലേ മറ്റേ ഇന്ത്യയിലത്തെ മറ്റേ സ്പൈ പാകിസ്ഥാനിൽ പോയിട്ട് മുറുക്കാൻ കട നടത്തണ പോലെ, അവൻ മുറുക്കാൻ കടക്കല്ല ഇരിക്കണത്, അവൻ സ്പൈ ആയിരിക്കും. എന്നാൽ മുറുക്കാൻ വിൽക്കുന്നുണ്ടോ? ഉണ്ട് എന്ന് പറഞ്ഞ പോലെയാണ്. ഇപ്പോൾ ഗുരുവായൂരിൽ കണ്ണനായിട്ട് അയാൾ തന്നെയാണോ ഇരിക്കണമെന്ന് പറയാൻ പറ്റില്ല. അറിയേണ്ട കാര്യം നമുക്കില്ല. അവിടെ പോയ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ പോയാൽ നമ്മുടെ കാര്യം നടക്കണ്ടോ എന്ന് നോക്കിയാൽ മതി. ശബരിമലയിൽ ശാസ്താവ് തന്നെയാണോ ഇരിക്കണത്, ഇനി വേറെ എന്തെങ്കിലും ആണോ ഇരിക്കണത്, മറ്റേ ഇവർ പറഞ്ഞ പോലെ ബുദ്ധനാണോ ഇരിക്കണത്, അവലോകിതേശ്വരനാണോ ഇരിക്കണത്, ചാത്തനാണോ ഇരിക്കണത്, പലരും പലത് പറയുന്നുണ്ട്. ഇത്ര കൊട്ടറവയ്യാണ്, മറ്റേ കരിങ്കുട്ടിയാണ്, ഇതാണ് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ യഥാർത്ഥം ഞാൻ പറയണത് ഈ ലോകത്ത് നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഇന്ന് കാണുന്ന ആളല്ല. എന്താ പറയുക, വെട്ടത്തിൽ നമ്മുടെ പകൽ വെളിച്ചത്തിൽ കാണുന്നതല്ല യഥാർത്ഥം. അതിൻ്റെ പിന്നിൽ വേറൊരു ഇതുണ്ടെന്നാണ് പറയണത്. ഇപ്പം നമ്മൾ ബൈബിളിലൊന്നും എന്താ പറയുക മുത്തനോ മുത്തിയൊന്നും ഇല്ലല്ലോ. പക്ഷെ പുരട്ടി മുത്തിയുണ്ട്, മലയേറ്റൊരു മുത്തപ്പുണ്ട്. അവർ ക്രിസ്ത്യാനികളാണ്. അപ്പോൾ മലയേറ്റൊരു മുത്തപ്പൻ ക്രിസ്ത്യാനിയാണല്ലോ. പക്ഷേ ബൈബിളിൽ മുത്തപ്പനെ കുറിച്ച് പറയുന്നൊന്നുമില്ല. അപ്പോൾ എങ്ങനെ വന്നാ മുത്തപ്പൻ? ഏത് മുത്തപ്പനത്? അപ്പോൾ കേരളത്തിൽ 72 മലവാരങ്ങളുണ്ട് മൊത്തം. 72 മലവാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള മലവാരങ്ങളാണ് ഈ മലകൾ മുഴുവനും. അവിടെ മുത്തൻ മുത്തി എന്നുള്ള സങ്കല്പമുണ്ട്. അത് ആരാന്ന് പോലും നമുക്കറിയില്ല. ഇനി ജീവിച്ചിരുന്ന മനുഷ്യന്മാരാണോ,
ചില ആൾക്കാർ പറഞ്ഞു ഏലിയൻസ് ആണെന്ന് പറയുന്നത്, അന്യഗ്രഹത്തിൽ നിന്ന് ചാടി പുറപ്പെട്ടെന്ന് അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ പലതും ഇതുണ്ടല്ലോ. പക്ഷേ ഒരു നിഗൂഢത ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിക്കാൻ കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ നോർത്തിലൊക്കെ നമ്മൾ ക്ഷേത്രങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ശ്രീകൃഷ്ണൻ്റെ ഒപ്പം ഒരു രാധ എന്നുള്ളൊരു സാമീപ്യം കാണാം അല്ലേ? നമ്മളത് സംസാരിക്കുകയും ചെയ്തു. അതെ. പക്ഷേ ഇവിടെ ഗുരുവായൂർ അവിടെ എവിടെയെങ്കിലും അങ്ങ് കണ്ടിട്ടുണ്ടോ അങ്ങനെ? ഇല്ല. അത് വെച്ചാൽ പ്രേമഭക്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേ ഭക്തി പ്രസ്ഥാനം രൂപപ്പെട്ട സമയത്ത് മീരയുടെ ഒക്കെ പ്രസ്ഥാനം വന്ന സമയമുണ്ടല്ലോ, ഗാനങ്ങളിലൂടെയും. അപ്പോൾ ആ കവിതകളിലൂടെയും ഗാനങ്ങളിലൂടെയാണ് രാധയ്ക്ക് ജീവൻ വെച്ചത്. രാധയുടെ ഭക്തി എന്ന് പറയണത് അതാണ്. പക്ഷെ കേരളീയനെ ഒന്നുമില്ലാന്ന്. കേരളീയന് കാളി തന്നെയാണ്, കേരളീയൻ്റെ ഭദ്രകാളി തന്നെയാണ്. പക്ഷേ നമ്മൾ എന്താ പറയുക, ഇവിടെ നിന്ന് വണ്ടി വിളിച്ചിട്ട് അവിടെ ചെല്ലും, അവിടെ കിടന്നിട്ട് അവർ ചെയ്യണ പോലെ നില വിളിച്ചിട്ട് അവിടെ കിടന്ന് ഉരുളലും അങ്ങനത്തെ കാര്യങ്ങളെ ഭ്രാന്ത്. മലയാളി പിന്നെ എല്ലാത്തിലും പോയിട്ടൊന്നും കൈയിടുമല്ലോ. നമുക്ക് കാളിയിലുണ്ട്, നമുക്ക് ആ അനുഭൂതിയൊക്കെ കിട്ടിയെന്ന് കാളിയിൽ നിന്നാണ്, ഭദ്രകാളിയിൽ നിന്നാണ്. ഈ കാളി രൂപം എപ്പോഴും നമ്മൾ രൂപം ശ്രദ്ധിക്കുന്ന സമയത്ത് എന്താണ് ഈ ആയുധങ്ങൾ മാത്രമാണ് അമ്മയ്ക്കുള്ളൂ. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ പോലെ ആ വീര എന്നുള്ള കോൺസെപ്റ്റ് നോക്കുമ്പോൾ ആയുധങ്ങളായിട്ട് മാത്രമല്ലേ കാളി കാണുന്നുള്ളൂ. ഉണ്ട്. അത് എന്താ പറയുക, ദാരികനെ കൊല്ലാൻ വേണ്ടിയിട്ടാണല്ലോ കേരളത്തിൽ യുദ്ധം നടന്നതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ പറയണത്. പിന്നീട് ആ കാളി നമ്മളുടെ നിന്നൊക്കെ മാറി നിന്നു, ആൾക്കാർ മാറ്റി നിർത്തിച്ചു അല്ലേ? നമ്മൾ എന്താ ദേവി മഹാത്മ്യം ചൊല്ലാണ്ടായി. അതെ. നമ്മൾ വീടിൻ്റെ മുന്നിൽ എടുത്തു വെച്ചിരുന്ന കാളി അങ്ങനെ വെക്കാൻ പാടില്ല എന്നായി. കാളിയുടെ ചിത്രം പണ്ടും ഇല്ലാന്ന്. ഇല്ലല്ലേ? ചിത്രം വെക്കണ പരിപാടി, ചിത്രമൊക്കെ ശിവകാശികാരൻ അടിച്ചിറക്കിയ സാധനങ്ങളാണ് ബോർഡ് വന്നു തുടങ്ങിയത്. അത്രേ ഉള്ളൂ. പക്ഷെ അത് കഴിഞ്ഞ് കാളിയിൽ നിന്ന് പേടിച്ചു തുടങ്ങി. അതെ, ആ ഒരു കാലഘട്ടത്തിൽ അങ്ങ് ആ സമയത്തേക്കായിരിക്കും അങ്ങ് ഈ ഉപാസനയിലേക്ക് വരുന്നത്. അതെ. പക്ഷേ ഇപ്പോൾ അത് തിരിച്ച് വീണ്ടും ആൾക്കാർ ആ ഒരു കാളി ക്ഷേത്രങ്ങളിലേക്ക് അല്ലെങ്കിൽ കാളി ഉപാസന കവളം ആ ഒരു ഇതിലേക്ക് വരുന്നത് കാലാനുസൃതമായ മാറ്റമാണത്. കാരണം ഓരോ കാലത്തും അല്ല, നമ്മുടെ നേച്ചറാണിത്. പണ്ടും കാളിയിലുണ്ട്, ആൾക്കാരുണ്ട്. പക്ഷേ അത്ര വിസിബിൾ ആയിരുന്നില്ല. നമ്മളിതൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ആ വെളിച്ചപ്പാടിൻ്റെ ഭംഗിയൊക്കെ നമ്മൾ ഇപ്പോഴേ ആസ്വദിക്കാൻ തുടങ്ങിയത്. അതെ. ഇപ്പോൾ നമ്മൾ പറയില്ലേ, പണ്ട് അച്ചാച്ചന്മാർ, അപ്പോൾ മാമാങ്കം നടന്ന സമയത്ത് നമ്മളൊരു ഗുരുതി നടത്തിയല്ലോ. ആ ഗുരുതി നടത്തിയിട്ട് ഒരു അച്ചാച്ചനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാനൊരു 45 കൊല്ലം മുന്നേ ഒരാശാൻ്റെ ഒരു ഗുരുതിയാണ് കണ്ടത്, അതേ സമ്പ്രദായം താൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചെയ്യണത് എൻ്റെ ഗുരുനാഥൻ്റെ അതേ രീതിയാണ് കണ്ടുപഠിച്ച അതേ ഗുരുതി. അപ്പോൾ പറഞ്ഞത് മലപ്പുറത്ത് ഒരു ആശാൻ ചെയ്യേണ്ടായിരുന്നു പണ്ട് ഒരു ഗുരുതി, അതേപോലെ തന്നെയാണ് ഇപ്പോൾ താൻ ചെയ്യണത് പറഞ്ഞു. തൻ്റെ രീതി അങ്ങനെയാണ്, നന്നായിട്ട് പറഞ്ഞത്. അതിൻ്റെ ചുറ്റും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട്, തോറ്റം വിളി ഒക്കെ ഞാൻ കേട്ടു, ഗംഭീരമായി പറഞ്ഞാൾ അങ്ങനെ. അപ്പം അയാൾക്ക് ആ നൊസ്റ്റാൾജിയാണ് ഈ കാളി തിരിച്ചു വരാൻ തന്നെ കാരണം എന്ന് വെച്ചാൽ ആ നൊസ്റ്റാൾജിയ കാരണമാണ്. ഇപ്പോൾ നൊസ്റ്റാൾജിയുടെ സമയമാണല്ലോ. അപ്പോൾ നമ്മളെല്ലാം റാന്തൽ വിളക്കൊക്കെയാണല്ലോ വീട്ടിൽ വെക്കണത്. അതുപോലെ പഴയ സാധനങ്ങൾ, എന്താ പറയുക, മൺചട്ടിയും കാര്യങ്ങളൊക്കെയാണല്ലോ കൊണ്ടുവയ്ക്കണത്. ഇതങ്ങനെ വന്നിട്ടുള്ള തന്നെയാണ് കാളി നേച്ചറാണ്. ഇത് ഈ മാമാങ്കത്ത് പറഞ്ഞു, ഈ മാമാങ്കത്തിലെ പ്രോഗ്രാം വളരെയധികം അനുഭൂതിദായകമായിരുന്നു. ഒരുപാട് ആൾക്കാർ വിളിച്ചു പറഞ്ഞു അല്ലേ? അതെ. അങ്ങ് പോലും ശരിക്കും ഒരു കിളി പോയ അവസ്ഥയായി ഇല്ലേ? അതെ. അതാ മണ്ണിൻ്റെ പ്രത്യേകത തന്നെയാണോ? അതോ അവിടെ നിങ്ങൾ ചെയ്ത ആ ഒരു എന്താ അറിയില്ല, പക്ഷേ ഒരു മാസം ശരിക്കും നമ്മളതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു മാസം വെറുതെ എടുത്ത് ഒരു 7 ദിവസം മുന്നേ എന്താ പറയുക, അതിൻ്റെ എല്ലാ ചടങ്ങുകളും ഇതുകൂടിയാണ്. ഞങ്ങൾ പുറപ്പെടുന്നത് തൊട്ടിട്ട് എല്ലാ ചടങ്ങുകളും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ശിവനാഥ് യോഗിയുള്ള കാരണം ഞങ്ങൾക്ക് മറ്റേ ആയുധങ്ങൾ എല്ലാം കിട്ടി. കളയുന്നുള്ള 14 ആയുധങ്ങളോളം കിട്ടി. ഈ ഓരോ ആയുധത്തിൻ്റെ ഇപ്പോൾ ഒറ്റ തുടങ്ങിയിട്ടുള്ള ആയുധങ്ങൾക്കൊക്കെ ഓരോ പ്രത്യേകത. മനുഷ്യൻ്റെ ശരീരം തന്നെയാണ്, മനുഷ്യൻ്റെ 14 ശരീരഭാഗങ്ങളാണ് ശരിക്കും അവിടെ ഓരോ ആയുധത്തിലും ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ നഖം കടാര പോലെയാണ്. കടാര എന്ന് പറയുന്നത് നമ്മുടെ നഖം പോലെ തന്നെയാണ്. അത്ര നഖം കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതാണ് അത്ര കടാര കൊണ്ടും ചെയ്യാൻ പറ്റുക. അപ്പോൾ കടാര ഉണ്ടാക്കുന്ന സമയത്ത് ആ കടാരയ്ക്കൊരു ദേവതയുണ്ട്. അപ്പോൾ വട്ടാരി സമ്പ്രദായം, നമ്മുടെ ഭദ്രകാളി സമ്പ്രദായത്തിൽ കടാരയിൽ ഞങ്ങൾ പൂജിച്ചത് നരസിംഹത്തിനെയാണ്. ഇതുപോലെ ഓരോ ആയുധത്തിലും ഓരോ ദേവതകൾ പൂജിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ വീതുളി വരെ ഉണ്ട്, വിത്തുളി വരെ ഉണ്ട്. കാരണം ഈ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് ശരി, ആ നിശാന്ത് എന്ന് പറഞ്ഞല്ലോ, അവനാണ് അവൻ്റെ ആ കന്നിമൂല ഈശാനമൂലയിൽ നിന്ന് ഇതിനെ വേർപെടുത്തുന്നത്, ഇത് കളരിയുടെ കെട്ടിനെ വേർപെടുത്തുന്നത്. നമ്മളൊരു ശരീരം ഉപയോഗിച്ചതിന് ശേഷം ആ ശരീരത്തിൻ്റെ ഈ നമ്മൾ ചെതയിൽ കയറ്റി വെക്കുന്ന സമയത്ത് ഇത് ചെയ്യുമല്ലോ, ചടങ്ങുകൾ ചെയ്യുമല്ലോ. അതിൽ ഏറ്റവും അവസാനം ഈ കെട്ട് വിടുന്ന പരിപാടിയുണ്ട്, ബോർഡറെ കെട്ട് അവസാനിപ്പിക്കുന്ന പരിപാടിയുണ്ട്. മറ്റേ ഇതിൽ കണ്ടില്ലേ, എന്താ പറയുക, ആ കുടം തല്ലിപ്പൊളിക്കണ പരിപാടി, അതേപോലെ ഒരു ചടങ്ങ് ഇതിൽ വരുന്നുണ്ട്. കാരണം ദേവതയുടെ ശരീരത്തിനെ നമ്മൾ റിലീസ് ചെയ്തിട്ട് പ്രകൃതിയിലേക്ക് വിടുന്ന പരിപാടി, അത് വീതുളി വെച്ചിട്ടാണ് ചെയ്യുക. അതുവരെ അത് നമ്മളത് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ എല്ലാ കാര്യവും അവിടെ കറക്റ്റ് ആവണോടുകൂടി ഒരു ശക്തി അവിടെ ഉണ്ടായി. കാരണം അങ്ങയുടെ കംപ്ലീറ്റ് പെരുമാറ്റം തന്നെ അവസാനം മാറുകയും ചെയ്തു. ആ മൂർച്ചയുള്ള കത്തി കൊണ്ട് കൈ മുറിക്കുകയും ചെയ്തു. എന്ത് ആവേശത്തിന് ചെയ്താണോ ദൈവമേ ഇത്. അത് പറയാം, ഒരു തോറ്റുണ്ടല്ലോ നമുക്കല്ലേ, മാമല നാട്ടിൽ ആടുകൾ വെട്ടി കോഴി ചോരകൾ നൽകി ദാഹമടങ്ങി അമ്പുജകാളി, മാടിനെ വെട്ടി ചോര കൊടുത്തു ദാഹമടങ്ങി അമ്പുജകാളി, കോഴിയെ വെട്ടി ചോര കൊടുത്തു ദാഹമടങ്ങി അമ്പുജകാളി. വെച്ചാൽ ഈ ഭദ്രകാളി ദാരികനെ തോന്നുന്ന ശേഷം സ്വന്തം അവതാരോദ്ദേശം ആക്കിയതിന് ശേഷം ഞാൻ കാര്യം നേടിയെന്നും പറഞ്ഞിട്ട് കൈലാസം പോയി ചേരുകയാണ് അത്രേ. അപ്പോൾ ആ സമയത്ത് അവിടെ മൊത്തം കുലുങ്ങി വരച്ച് ഭൂതഗണങ്ങൾ ഭയപ്പെട്ട് തുടങ്ങിയ, പ്രകൃതി നശിക്കാൻ തുടങ്ങിയപ്പോൾ ഭഗവാൻ വേഗം എന്താ പറയുക, ആ മാമല നാട്ടിൽ നിന്നും കുറേ ആനകളെ കൊണ്ടുവന്നിട്ട് വെട്ടി ദേവിയുടെ ചോര കൊടുത്ത് ദാഹം അടക്കാൻ നോക്കുകയാണ് അത്രേ. എന്നിട്ട് ദാഹം അടങ്ങിയോ അമ്പുജകാളി ചോദിക്കണ സമയത്ത് ഇല്ല എന്നാണ് പറയണത് അത്രേ. ആടിനെ വെട്ടി ചോര കൊടുക്കണ സമയത്ത് ദാഹം അടങ്ങി വെച്ചോ ഇല്ല പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് കോഴികളെ വെട്ടണ സമയത്ത് ദേവി പുച്ഛത്തോടു കൂടി ദേവനെ നോക്കി ചിരിക്കുകയാണ് അത്രേ. ഈ പാവങ്ങളെയാണോ നീ തരണത് ചോദിക്കേണ്ടത് അത്രേ. ഉടനെ ശ്രീ മഹാദേവൻ്റെ അണിവിലറത്ത് മുത്തുള്ളി ചോര തെറിച്ചപ്പോൾ ദാഹമടങ്ങി കോപമടങ്ങി എന്ന് പറയുന്നുണ്ട് അത്രേ. അവസാനം ഭഗവാൻ നിവൃത്തിയില്ലാതെ സ്വന്തം കൈമുറിച്ച് രക്തം കൊടുക്കുകയാണ് അത്രേ. നമ്മൾ ഈ ഗുരുതി ചെയ്യണ സമയത്ത് നമുക്കൊരു ഈഗോ തോന്നുകയാണ്. ഈ പാവപ്പെട്ട കോഴി തൻ്റെ കഴുത്ത് മുറിച്ച് ദേവിക്ക് സമർപ്പിച്ചു. അപ്പം ഞാൻ ഇവിടെ അത്ര വലിയൊരു മനുഷ്യൻ നിന്നിട്ട് ദേവിയുടെ ഭക്തനാന്ന് നാട്ടുകാരുടെ മുമ്പിൽ നിന്ന് നാട്ടുകാർ മൊത്തം എന്നെ പൂജിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഞാനിവിടെ ചോര നീരായിട്ട് ഞാൻ ഉള്ള സമയത്ത് നിനക്കെന്തിനാ ഇനി വേറെ പാവപ്പെട്ട കോഴിയുടെ ചോര എന്നാണ് അവിടെ. അപ്പം മഹാദേവൻ്റെ മുത്തുള്ളി ചോര തെറിക്കുക എന്നുള്ള സമയത്താണ് ഈ ആവേശം കയറിയിട്ട് കറക്റ്റ് ഞരമ്പിൻ്റെ മുകളിലാണ് കിട്ടിയിരിക്കുന്നത്. ആ കത്തി മൂർച്ചയില്ലാത്ത ഭാഗ്യം എൻ്റെ ഭാഗ്യം. അല്ലെങ്കിൽ ഇപ്പം മറ്റേ ഇയാൾ പറഞ്ഞ പോലെ പോട്ട മഞ്ചേരി എന്ന് പറഞ്ഞ പോലെ മഞ്ചേരി ആശുപത്രിക്ക് ഓടേണ്ടി വരും. ആവേശങ്ങളൊക്കെ ആ സമയത്താണ്. പക്ഷെ രക്തം അവിടെ കാണിച്ചു എന്നുള്ളത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അവിടെ എന്ത് പ്രാന്താ കാണിച്ചത്. അത് മാത്രമല്ല തുടങ്ങുന്ന ആളായിരുന്നില്ല അത് അവസാനിക്കുന്ന സമയത്ത് ബാലസ്വാമി. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടായോ? ഉണ്ട്, അങ്ങനെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് കരയുകയും ചെയ്തു. അതെ, ബോധം പോയി അലറി വിളിച്ചു എന്നൊക്കെ പറഞ്ഞ കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആവേശം കാളി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു എന്താ പറയുക ആവേശമാണ്. ആ ട്രാൻസ് അവസ്ഥ നമ്മൾ അനുഭവിക്കുന്നത്. എന്നാൽ നമ്മൾ വെളിച്ചപ്പാടൊന്നുമല്ലല്ലോ. അതെ ആ ട്രാൻസ് അവസ്ഥ നമുക്ക് ആ സമയത്ത് ആ ഒരു മണ്ണിൻ്റെ പ്രത്യേകതയും കൂടി ഉണ്ടല്ലോ. ഉണ്ട്, ആ മണ്ണിന് പ്രത്യേകത ഉണ്ട്. പിന്നെ എല്ലാം അവിടെ ഒന്നായി. മരുന്ന്, മന്ത്രം, ആള്. ഇപ്പം ഇതിൽ 14 ആൾ വേണമെന്ന് പറഞ്ഞാൽ 14 ആൾ റെഡിയായി. അവിടെ 14 ആയുധം വേണമെന്ന് പറഞ്ഞപ്പോൾ 14 ആയുധം റെഡിയായി. ഒന്നിനൊരു പകരം വെക്കാനില്ലാതെ എല്ലാം ക്ലിയറായി കിട്ടി. നടക്കാത്തതിൻ്റെ വേദന ആ മണ്ണിനുണ്ട്. അതുണ്ട്. പിന്നെ ഒരുപാട് സാധകന്മാരവിടെ വീണ് മരിച്ചിട്ടുണ്ട്. വീരന്മാരവിടെ. അതെ, അതുകൊണ്ട് പലരും അവിടെ പോകരുതെന്നും പറയുന്ന ആൾക്കാരല്ലേ. ഉണ്ട്. ഇത് അങ്ങനത്തെ ഒരു മണ്ണാണ്, അവിടെ ഒരു കാര്യം ചെയ്യാൻ പാടില്ല. അപ്പോൾ എതിർപ്പുകൾ അങ്ങേക്കുണ്ടായിരുന്നു. അങ്ങനെ ആരെങ്കിലും എതിർപ്പ് പ്രകടിപ്പിക്കുക, ഇത് ചെയ്യുക, ഇത് ഇങ്ങനത്തെ ഒരു പരിപാടി. യക്ഷി പൂജ പറഞ്ഞ സമയത്ത് കുറച്ച് എതിർപ്പുണ്ടായിരുന്നു വീഡിയോയിൽ കണ്ട സമയത്ത്. കാരണം യക്ഷിയുടെ ഈ വെള്ളത്തിൽ പാലൊഴിക്കണ പരിപാടിയൊക്കെ ഉണ്ട്. ശരിക്കും പാലെല്ലാം ഒഴിക്കേണ്ടതാണ്, വേറെ സാധനം ഒഴിക്കേണ്ടത്. അപ്പോൾ അതൊക്കെ അറിയുന്നവനറിയാം. അപ്പോൾ എന്തോടോ കാണിക്കണോ വെച്ചിട്ട് ഇതൊക്കെയാടോ കാണിക്കണോ വെച്ചിട്ട് വിളിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതെ, പക്ഷെ ഇതൊക്കെ ജനങ്ങളിലേക്ക് വരുമ്പോഴല്ലേ പിന്നെയും നമുക്ക് ചർച്ച ചെയ്യട്ടോ. അതാണ് ഇതൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ കാരണവന്മാരത്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഗുണം കൊടുക്കാൻ പറ്റി ആ ഒരു പൂജ കൊണ്ട് എന്നാണ്. പിന്നെ വെച്ചാൽ നമുക്ക് ഫേമസ് ആയി എന്നുള്ളതാണ്. നമ്മൾക്ക് എന്തൊക്കെ കീർത്തിയും കേളിയും കേട്ടു എന്നുള്ളതാണ്. പിന്നെ അപ്പോൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാത്തതുകൊണ്ട് അതവിടെ കോൺസെൻട്രേറ്റ് അത് എനിക്കുള്ള കൊടുക്കുകയാണത്. ഞാൻ അതിൽ ഭ്രമിച്ച് നിന്നാൽ കഴിഞ്ഞില്ലേ പണി. ഇവിടെ യാത്ര മുടങ്ങില്ലേ. സത്യം പറഞ്ഞാൽ നമ്മളൊന്നും ആയിട്ടില്ല. വെച്ചാൽ പണ്ട് നമ്മുടെ ശിവനാഥ യോഗി പറഞ്ഞ പോലെ തന്നെ നമ്മളാണ് ഭഗവതരെ കൈ ഇപ്പോൾ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാല് തട്ടിക്കഴിഞ്ഞാൽ ഈ കൈ അറിയാണ്ട് വിട്ടാൽ പോയി, ദേവിയുടെ കൈ പോയി. ദേവി നമ്മളെ പിടിക്കുന്ന ഒരു കാലഘട്ടം വരണം. അപ്പം നമ്മൾ കാല് തട്ടും കൈ തട്ടിയാൽ ഇത് നമ്മളെ വിളിച്ചുകൊണ്ട് പോയിക്കോളൂ. അപ്പോൾ ചില സാധകന്മാർ ഭാഗ്യവന്മാരാണ്. അവന്മാർക്ക് എങ്ങനെ വേണേ എന്ത് വൃത്തിയേട് വേണേൽ ചെയ്യാം ലോകത്ത്. കാരണം ദേവി അവരുടെ കയ്യിലാണ് പിടിച്ചിരിക്കുന്നത്. നമ്മളങ്ങനെയല്ല, നമ്മൾ ദേവിയുടെ കയ്യിലാണ് പിടിച്ചിരിക്കുന്നത്. ദേവി പിടിക്കാറായിട്ടില്ല. അപ്പോൾ അത്രയും വലിയ സാധകങ്ങളൊന്നും ആയിട്ടില്ല. സ്വാഭാവികമായിട്ടും ഇവിടെ ഉണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും നമ്മളെ ബാധിക്കും. ചെറിയൊരു പെണ്ണ് കേസ് മതി നമ്മളില്ലാതാവേ. എന്നാൽ യഥാർത്ഥ സാധകനായി കഴിഞ്ഞാൽ ദേവി നമ്മളെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് കേസ് വന്നാലും ഒന്നും പേടിക്കാനില്ല. ആർക്കും ഒരു പരാതി ഉണ്ടാവില്ല നമ്മുടെ പേരിൽ. വന്നാലും ഇറങ്ങിപ്പോരും. അത്രേ ഉള്ളൂ. അവന് പ്രശ്നമില്ല, ദേവി നമ്മുടെ കൈ പിടിച്ചിരിക്കുകയല്ലേ, ഒന്നും നേടാനില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കുള്ള കൊടുക്കുകളാണ്. നേരത്തെ മസ്വാമി ചോദിച്ച പോലെ ഉള്ള കാര്യമാണത്. അതെ, പൊന്തിക്കും. അതെ, നിനക്ക് ഇതാണോ വേണ്ടത് അതാണോ വേണ്ടത് ചോദിക്കണത്. പക്ഷെ ആ പൊന്തിക്കൽ വല്ലാത്ത പൊന്തിക്കലായിരിക്കും. അത് നിലത്ത് വീണാലും ബുദ്ധിമുട്ടാണ്. അതെ, പക്ഷെ അത് കഴിഞ്ഞ് അങ്ങ് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അങ്ങടെ കണ്ണ് ഭയങ്കരമായിട്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പരിപാടി കഴിഞ്ഞിട്ട്. അതെ, അതൊരു സെൻസ് ഓഫ് അച്ചീവ്മെൻ്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഒരു സാധനം ചെയ്തതിൻ്റെ. കാരണം ഇത്രയും കാലം മുടങ്ങിക്കിടന്ന ഒരു സംഗതിയാണ്. അവിടെ അങ്ങ് എത്തിപ്പെടുമോ എന്നൊക്കെ അത് എഴുതപ്പെട്ടതാണ്. അതെ, അത് അങ്ങയുടെ നോവലിലും അതിൻ്റെ കുറേ അംശങ്ങൾ അവിടെ ഇവിടെയൊക്കെ
ഉണ്ട്. ഭദ്രായനം ശരിക്കും ഒരു യുദ്ധകഥയാണ് ശരിക്കും. അതെ, ഈ നാട്ടിലുണ്ടായിരുന്ന അതിനോട് ഭയങ്കര കണക്ട് ഉള്ളത്. പിന്നെ അത് മണലാരണ്യത്തിൽ നമ്മൾ മറ്റേ എന്താ പറയുക ആയുധങ്ങളായിട്ട് കയറി ചെല്ലാൻ പറയുന്ന നിരന്നത് റൗണ്ട് ചെയ്യണം. അതെ 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 അല്ലേ, ഒരു യുദ്ധത്തിന് വരുന്ന ഒരു കൂട്ടം പടയാളികൾ. ഗുരുനാഥന് പോലും ആ വട്ടാരി ഭദ്രകാളി സമ്പ്രദായം ചെയ്യാൻ പറ്റിയിട്ടില്ല. സ്വന്തമായിട്ട് കളരിയില്ലാത്ത കാരണം അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റില്ല. ഗ്രന്ഥത്തിൻ്റെ വിധി വീട്ടിലിരിക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും ചെയ്തിട്ടില്ല. പ്രയോഗിക്കാൻ പറ്റി, അതാണ്. അപ്പോൾ എൻ്റെ കാലഘട്ടം വന്നപ്പോൾ അദ്ദേഹം എഴുതി വെച്ച നോട്ടുകളൊക്കെ പ്രയോഗിക്കാൻ പറ്റി എന്നുള്ളൊരു അഭിമാനം നമുക്ക് കിട്ടാൻ തുടങ്ങി. അതാണൊരു സന്തോഷം എന്ന് പറയുന്നത്. ഇപ്പോഴും ഞാനിപ്പോൾ കണ്ടില്ല, എൻ്റെ ആഗ്രഹങ്ങളൊക്കെ തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ബലികളും കാര്യങ്ങളൊക്കെ എടുത്ത് എഴുതി വെച്ച് ക്രിയകൾ കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് അത് ചെയ്ത് നോക്കുക.